പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല ഒരു അനുഭവ സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പം ഇന്ന് ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം സമയം വേർതിരിപ്പാൻ തക്കവണ്ണം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി സിസ്റ്റർ റിനി ബിജു ആണ്. കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ പ്രചോദനവും അനുഗ്രഹവുമായി തീരുവാൻ കൂടി ആയിത്തീരും. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസി സിസ്റ്റർ റിനി ബിജുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ സിസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ UP-യിൽ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്റെ ഹസ്ബൻഡ്, 2 പിള്ളേര് എന്റെ കൂടെ. ഓക്കെ. നിങ്ങൾ അവിടെ ചർച്ച് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ചർച്ച് മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നു. ഓക്കെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. സിസ്റ്ററിന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സിസ്റ്ററിന്റെ ജീവിതാനുഭവവും ദൈവം നടത്തിയ വഴികളെ കുറിച്ചും പങ്കുവയ്ക്കുന്നതിനുള്ള അവസരമാണുള്ളത്. തുടർമാനമായിട്ട് കർത്താവിന്റെ ദാസിക്ക് സംസാരിക്കാം. അപ്പോൾ തന്നെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാല വിദ്യാഭ്യാസം തുടങ്ങി ഇങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി സിസ്റ്ററിന് സംസാരിക്കാം. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പമായിരിക്കാൻ ദൈവമായ കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ദേവദാസൻ പറഞ്ഞതുപോലെ റിനി ബിജു. ഞങ്ങൾ മീററ്റിൽ കഴിഞ്ഞ 14 വർഷമായി മീററ്റില് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. എൻ്റെ ചെറുപ്പകാലം തൊട്ട് എൻ്റെ യേശു കർത്താവിനെ അറിയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം എനിക്ക് നൽകി തന്നു. എനിക്ക് മാതാപിതാക്കളും 2 സഹോദരിമാരുമാണ് എനിക്കുള്ളത്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ മാതാവ് ഒരു കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടുമായിരുന്നു. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ ശാരീരികമായിട്ട് ചില അസ്വസ്ഥതകളിലൂടെ കടന്നു പോയതിന്റെ ഫലമായിട്ട് വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം നൽകി തന്നു. എൻ്റെ കുഞ്ഞു പ്രായം, എൻ്റെ വിദ്യാഭ്യാസ കാലയളവുകളിൽ എൻ്റെ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അത് മർത്തോമ സഭയിൽ വെച്ച് നടന്ന VBS പ്രോഗ്രാമിൽ അവിടെ വെച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു. അന്ന് മുതൽ എൻ്റെ കർത്താവിന്റെ ആ വെളിച്ചം എൻ്റെ അകത്ത് അനുഭവിക്കുവാൻ, അത് എൻ്റെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുവാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ മർത്തോമ കുടുംബത്തിൽ അങ്ങനെ മുൻപോട്ട് പോകുന്ന അവസരത്തില് എൻ്റെ പിതാവിന് വലിയ ഒരു അസ്വസ്ഥതകൾ നേരിട്ടു. നടുവിന് വലിയ പ്രയാസം നേരിട്ടു. ആ നടുവിന്റെ ഞരമ്പും കാലിന്റെ ഞരമ്പും തമ്മിൽ ജാമായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകമായിട്ട് ഒരു രോഗം എൻ്റെ പിതാവിനുണ്ടായിരുന്നു. ഇരിക്കുവാനോ എഴുന്നേൽക്കുവാനോ ഒന്നും കഴിയാതെ ഒരു ആൾ സഹായം എപ്പോഴും വേണമായിരുന്നു. അതുപോലെയുള്ള ചില അസ്വസ്ഥതകളാൽ എൻ്റെ പിതാവ് ഒത്തിരി ഭാരപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ ഞങ്ങൾ കടന്നു പോവുകയും എൻ്റെ നിലത്തിരിക്കുവാൻ കഴിയാതെ വലിയ അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എൻ്റെ പിതാവ് വിശ്വാസത്തോടുകൂടെ നിലത്തിരിക്കുകയും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് എൻ്റെ പിതാവിനെ ദൈവം തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. അപ്പോൾ പോലും എൻ്റെ മാതാവ് ഒരിക്കലും പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുവാനുള്ള ഒരു താല്പര്യം എൻ്റെ മാതാവിന് അധികമില്ലായിരുന്നു. കാരണം എൻ്റെ മാതാവ് ഒരേ ഒരു കാര്യം പറയുമായിരുന്നു, സ്നാനത്തെ കുറിച്ച് പറയുവാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ നിരന്തരമായിട്ട് ന്യൂ ഇന്ത്യ ചർച്ചിലെ
ഒരു പാസ്റ്ററും ആന്റിയും, തോമസ് ഊട്ടി പാസ്റ്റർ, ജാൻസി ആന്റി എന്ന് ഞങ്ങൾ അറിയപ്പെടുന്ന പാസ്റ്ററും ആന്റിയും ഞങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആന്റി എപ്പോഴും സ്നാനത്തെ കുറിച്ച് സംസാരിക്കും. എന്റെ മാതാവിന് അത് കേൾക്കുവാൻ താല്പര്യമില്ലായിരുന്നു. എന്നാൽ എന്നും ആന്റി ഒരു നല്ലൊരു പ്രവാചകിയായിരുന്നു. ആ ആന്റി വന്ന് എന്റെ മാതാവിനെ കുറിച്ചുള്ള എല്ലാ ഹിസ്റ്ററികളും ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് അവർ സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്ന് വന്നാലും എന്റെ മാതാവ് ഈ സ്നാനത്തെ കുറിച്ച് കേൾക്കുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്റെ മാതാവ് അവിടെ നിന്ന്, വീട്ടിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നുള്ള ചിന്തയില് അവർ കടന്നു വരുന്ന ആ ദിനത്തിൽ തന്നെ എനിക്ക് പനിയായി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയില് അവര് വന്നു എന്നറിഞ്ഞ് എന്റെ മാതാവ് വേറൊരു വീട്ടിൽ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവര് എപ്പോ പോകുന്നു അപ്പൊ നമുക്ക് പോകാം എന്നുള്ള ഒരു ചിന്തയില് എന്റെ മാതാവ് ആ ഒരു വീട്ടിൽ ഇരുന്ന് എന്നെ കൊണ്ടിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങൾ വരുന്നത് വരെ അവർ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു. ആ ആന്റിയും കുറച്ച് സഹോദരിമാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നവരെ കാത്തിരുന്നു. എന്റെ മാതാവിനോടായിട്ട് ദൈവത്തിന്റെ ആലോചന പറയുകയും എന്റെ മാതാവിനോട് സ്നാനത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് എന്റെ മാതാവ് അത് സമ്മതിക്കുകയും യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുവരെ ഞങ്ങൾ മർത്തോമ കുടുംബത്തിൽ തന്നെ നിന്ന് മർത്തോമ ആരാധനയിൽ തന്നെ പോയിക്കൊണ്ട് വേർപെട്ട ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ കുറച്ച് സഹോദരിമാര് ഒക്കെ ആയിട്ട് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങൾ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, എന്റെ മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എവിടെ പോകണം, എവിടെയാ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഇടം ദൈവം എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞ് മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എന്റെ പിതാവ് സൈക്കിളുമായിട്ട് കടന്നുപോയി. ദൈവം എന്റെ പിതാവിന് എടക്കര IPC ചർച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുടുംബമായി എടക്കര IPC ചർച്ചിലേക്ക് പിറ്റേയുള്ള കണ്ടതിന്റെ പിറ്റേ ഞായറാഴ്ചയിലേക്ക് അവിടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ ഞങ്ങൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്നു. എന്റെ 10ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. 1991 ഏപ്രിൽ 11-ാം തീയതി ഒരു VBSൽ വെച്ച് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു ശബ്ദം, ഒരു ദൈവദാസൻ ഇപ്രകാരം ആ കുഞ്ഞുങ്ങളോടായിട്ട് ചോദിച്ചു, നിങ്ങളിൽ എത്ര പേർ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു വലിയൊരു വെളിച്ചം എന്റെ അകത്തേക്ക് കടന്നു വരികയും ഞാൻ ഉടനെ കൈപൊക്കി, അതെ, എനിക്ക് ഞാൻ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്റെ തീരുമാനം പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതിനുശേഷമാണ് ഞങ്ങൾ ബെന്തക്കോസ്ത് ആരാധനയിലേക്ക് കടന്നു പോകുന്നത്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് 12ാമത്തെ വയസ്സിൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ഒരു പ്രാർത്ഥന അവിടെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും, ഞങ്ങൾ 3 സഹോദരിമാരാണ് ഉള്ളത്. 3 പേരും ആ ദിവസം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടു. ഞങ്ങൾ 3 പേരും ആ ദിവസം തന്നെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ എന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട ആ ദിവസം മുതൽ ഞങ്ങളുടെ വീട്ടിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ആത്മാവിലുള്ള ആരാധന തുടങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആത്മാവിലുള്ള ആരാധന ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങിയ ആ നിമിഷം മുതൽ, ഹല്ലേലൂയ, ആ ദിവസം മുതൽ ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽവാസികളെല്ലാം ഹിന്ദുക്കളായവരാണ് താമസിക്കുന്നവര്. ഹല്ലേലൂയ. ഹിന്ദുക്കളും മുസ്ലിംസും എല്ലാം ഞങ്ങളുടെ ചുറ്റുപാടിൽ താമസിക്കുന്നുണ്ട്. അന്നു മുതൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശൈലി മാറി. ഞങ്ങൾ അന്യഭാഷയിൽ
ആത്മാവിൽ ആരാധിക്കുവാൻ ഞങ്ങൾ തുടങ്ങി. ആത്മാവിൽ ആരാധിച്ചു മുന്നോട്ട് പോകുമ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന് കല്ലേറ് സംഭവിക്കുന്നത് പോലെ ആരാധിച്ചിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഞങ്ങളുടെ ആ വീടിന്റെ പുറത്തായിട്ട് ആരൊക്കെയോ കല്ലെറിയുന്നത് പോലെയുള്ള സൗണ്ട് ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആ ആത്മാവിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഇടതുഭാഗത്തായിട്ട് ഒരു പൈശാചിക ആരാധനയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക ഒരു ഇടമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ആത്മാവിൽ ആരാധിച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു. അവിടെ എന്നും പൈശാചികമായ ആരാധനയിൽ ആകർഷിച്ച് ഒത്തിരി ആളുകൾ അവിടെ കടന്നു വരുമായിരുന്നു. ഹല്ലേലൂയ. ആ കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ വരുന്നത് നിന്നു. അപ്പൊ ഞങ്ങൾ ചിലരോട് ചോദിച്ചു, ഇപ്പോൾ എന്താ അവിടെ ആളുകൾ വരാത്തത്? ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ആ പൈശാചിക തലം അവിടെ നിന്ന് വിട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവർ പറയുവാൻ തക്കവണ്ണം ഇടയായി, ആ ഒരു സ്ത്രീയില് ദേവി കടന്നു വരുമായിരുന്നു. ആ ദേവി ഇപ്പോൾ അവരിൽ നിന്ന് വിട്ടുപോയി. അവിടെ ഇപ്പോൾ ആ ദേവി ഇല്ല. അവരിൽ നിന്ന് വിട്ടുപോയത് കൊണ്ട് ആരും അവിടെ കടന്നു വരുന്നില്ല. ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. ആത്മാവിൽ ആരാധിക്കുമ്പോൾ ആ ദേശത്തുള്ള പൈശാചിക തലം അവിടെ നിന്ന് വിട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് ചെറുപ്പകാലത്ത് ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഏത് പൈശാചിക മേഖലകളായാലും ആ ദേശത്ത് നിന്ന് നീങ്ങി പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്നുള്ള വലിയൊരു സത്യം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ചെറുപ്പകാലത്തില് ഞാൻ വലിയ അസ്വസ്ഥതകളിലൂടെ, രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നും രോഗമായിരിക്കും. എന്നും ചില അസ്വസ്ഥതകളിലൂടെ ഞാൻ കടന്നുപോയി. എന്നും പനിയുടെ അസ്വസ്ഥതകള്. ഹല്ലേലൂയ. എന്നും ചെവി വേദന, അങ്ങനെയുള്ള അസ്വസ്ഥതകളാൽ ഞാൻ കടന്നുപോയി. എന്റെ മാതാവ് നല്ല ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാ. ഹല്ലേലൂയ. പ്രാർത്ഥന ജീവിതമുള്ള ഒരു സ്ത്രീ ആയതിനാൽ ഏത് കാര്യത്തിനും എന്റെ മാതാവ് എന്നോട് പറയും, നീ പ്രാർത്ഥിച്ച മതി, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസം ചെവി വേദനയായിട്ട് ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ മാതാവ് ആ സമയത്ത് ഡോക്ടർ KP യോഹന്നാന്റെ റേഡിയോ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ആ ദിവസം രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് എന്റെ മാതാവ് എന്റെ മടിയിലേക്ക് എന്നെ ചായച്ചു വെച്ച് എന്റെ ചെവിയിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ആ ചെവി വേദനയിൽ നിന്ന് ദൈവം എന്നെ സൗഖ്യമാക്കി. പരിപൂർണമായിട്ടുള്ള ഒരു വിടുതൽ ദൈവം എന്നെ അന്ന് ഹല്ലേലൂയ അന്ന് ആ ചെവി വേദനയിൽ നിന്ന് സൗഖ്യം ദൈവം നൽകി തന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ ചെവി വേദന ഉണ്ടായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഹല്ലേലൂയ പിന്നെയും കഫക്കെട്ടിന്റെ അസ്വസ്ഥതകള്, പനിയ, ഒരാഴ്ച ഞാൻ സുഖമാണെങ്കിൽ രണ്ടാമത്തെ ആഴ്ച ഹല്ലേലൂയ എനിക്ക് സുഖമില്ല. അങ്ങനെ അസ്വസ്ഥതകൾ. എന്റെ മാതാവ് എന്നും എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത ഒരു സ്ഥിതി എന്റെ വീട്ടിൽ എന്റെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവിന് എന്നെ കുറിച്ച് ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചില പ്രതികൂലത്തിന്റെ അവസ്ഥയിലൂടെ ഒക്കെ കടന്നുപോയി. ഒത്തിരി രോഗവും പ്രയാസവും ഒക്കെ കടന്നു വന്നപ്പോൾ എന്റെ മാതാവ് എപ്പോഴും എന്നോട് പറയും, നീ പ്രാർത്ഥിക്കുക. ആശുപത്രി പോകുന്നതെല്ലാം നിർത്തി വെച്ചിട്ട്, ഒത്തിരി കൂടുമ്പോ ആശുപത്രി കൊണ്ടുപോകും. ചെറിയ ചെറിയ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ എന്നോട് പറയും, നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അപ്പോഴല്ലേ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. എന്റെ മാതാവിന് വേറെ ഒരു പണിയില്ലേ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തി എന്താണെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഞാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രീ ഡിഗ്രി എത്തിയപ്പോൾ ഹല്ലേലൂയ എനിക്ക് തലവേദനയാൽ ഞാൻ ഭാരപ്പെട്ട്, ആ തലവേദന കഠിന തലവേദനയായിരുന്നു. എനിക്ക് പഠിക്കുവാൻ പോലും കഴിയത്തില്ല. എന്നും തലവേദന. എന്നും ഒരു പാരസെറ്റമോൾ കഴിച്ച് ഞാൻ കിടക്കും. അപ്പോഴല്ലേ എന്റെ മാതാവ് പറയും, ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഒരു ദിവസം തലവേദന എടുത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ എന്തെങ്കിലും ബ്രെയിൻ ട്യൂമറോ അങ്ങനെ വല്ലതും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ എപ്പോഴും തലവേദന എടുക്കുന്നത്. ഞാൻ
ഒത്തിരി ഭാരപ്പെട്ടു ആ തലവേദന എടുത്ത്. ആമീൻ, ഞാൻ ഇങ്ങനെ ഒരു രാത്രിയിൽ തലവേദന എടുത്ത് കിടക്കുമ്പോൾ ആമീൻ ഇങ്ങനെ ഒരു പാട്ട് ഞാൻ കേൾക്കുകയാ. ജീവിതത്തോടെ തുഴഞ്ഞു തുഴഞ്ഞ് ആമീൻ തളരുമ്പോൾ തുണയായി വന്നവൻ യേശു എന്ന് പറഞ്ഞ് ആമീൻ തുടങ്ങുന്ന ആ പാട്ട്. ആമീൻ, ആ പാട്ട് എന്റെ കർത്താവ് എന്റെ ആമീൻ ചെവിയിൽ ഇങ്ങനെ കേൾപ്പിക്കുക. ആ പാട്ട് ഞാൻ കേൾക്കുകയും അതോടുകൂടി എന്റെ കർത്താവ് എനിക്കൊരു ബലം നൽകി തന്നു, എനിക്ക് സൗഖ്യം തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഓരോ രോഗത്തിന്റെ അവസ്ഥയിലും പ്രാർത്ഥിച്ച് വിടുതൽ എടുക്കുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമീൻ, ഞാൻ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച അന്ന് മുതൽ എന്റെ ഹൃദയത്തിന്റെ അകത്ത് ആമീൻ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ഒരു അതിയായിട്ടുള്ള ഒരു ആഗ്രഹം എന്റെ അകത്തുണ്ടായി. ഹല്ലേലൂയ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആമീൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ തീരുമാനമെടുത്തു, എന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ പോകണം. ഞാനൊരു സുവിശേഷ വേലക്കാരിയായിട്ട് എനിക്ക് തീരണം. എന്റെ വീട്ടിൽ കൂടെ കൂടെ ആമീൻ ഒരു ആന്റി കടന്നു വന്ന് ആമീൻ ഓടി നടന്നവര് ആമീൻ സുവിശേഷം പറയുന്നത് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും, എന്റെ വീട്ടിൽ സുവിശേഷവുമായി കടന്നെത്തുന്ന ആ ജാൻസി ആന്റിയെ പോലെ അനേക ഇടങ്ങളിൽ പോയിട്ട് എനിക്ക് കർത്താവിന്റെ ഒരു നല്ല ശുശ്രൂഷക്കാരി ആകണമെന്നുള്ള ഒരു ചിന്ത എന്റെ ആ കൊച്ചു മനസ്സിലുണ്ടാകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ആമീൻ പിന്നെ എന്റെ മനസ്സ് ചഞ്ചലിച്ചു. കർത്താവേ, ആമീൻ ഈ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ അത് മറ്റുള്ളവരോട് കൈനീട്ടുന്ന പരിപാടിയാ. ആമീൻ, ഹല്ലേലൂയ. അത് മറ്റുള്ളവർ എന്തെങ്കിലും തന്നെങ്കിൽ മാത്രമേ സുവിശേഷ വേല ചെയ്യുവാൻ പറ്റത്തുള്ളല്ലോ. ആമീൻ എന്നൊരു ചിന്ത എന്റെ ഹൃദയത്തിനകത്ത് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ജോലിയോടുകൂടെ കർത്താവിന്റെ വേലയാകാം. അപ്പൊ എന്റെ ഹൃദയത്തിനകത്ത് 2 കാര്യങ്ങൾ അകത്തേക്ക് കടന്നു വന്നു. ഒന്ന്, എനിക്ക് നേഴ്സിങ്ങിന് കടന്നു പോകണം. രണ്ട് അതിനോട് കൂടെ എനിക്ക് സുവിശേഷ വേല ചെയ്യാം എന്നുള്ള ഒരു ചിന്ത അപ്പോൾ തന്നെ എന്റെ അകത്തുണ്ട്. ഇല്ല, ബൈബിൾ കോളേജിൽ പോയി എനിക്ക് ആമീൻ ദൈവവചനം പഠിക്കണം. ഞാൻ ഒരു ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു. ഈ 2 കാര്യങ്ങൾ എന്നെ ഞെരുക്കുവാൻ തുടങ്ങി. കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? ഒരു സ്ഥലത്ത് ഞാൻ എന്റെ തീരുമാനങ്ങൾ മാറ്റുമ്പോൾ എന്റെ മാതാവ് എന്നോട് പറയും, നീ എടുത്ത തീരുമാനം എന്താ? നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആളാ. ആമീൻ, നീ ഒരിക്കലും ജോലിക്ക് പോകുവാനുള്ളതല്ല, കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ടും ആമീൻ നിന്റെ ജീവിതം സമർപ്പിക്കേണ്ടവളാ എന്ന് പറഞ്ഞ് എന്റെ മാതാവിന്റെ തീരുമാനം മാറുന്നതിനനുസരിച്ച് ആമീൻ അവരെന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ആമീൻ ഞാൻ എന്റെ ആമീൻ തീരുമാനത്തിനനുസരിച്ച് ആമീൻ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഇരുന്ന് എന്റെ മാതാവ് എന്നോട് പറഞ്ഞു, നീ ദൈവസന്നിധിയിൽ ഇരിക്കും, പ്രാർത്ഥിക്ക, കർത്താവ് നിനക്ക് കാണിച്ചു തരും, കാണിച്ചു തരുന്നത് പോലെ നീ ചെയ്യ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുകയും ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ എന്റെ കർത്താവ് സ്വർണ്ണ ലിപിയിൽ എനിക്ക് കാണിച്ചു തന്നു BTH. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഞാൻ എന്താ പഠിക്കേണ്ടതെന്ന്. ഹല്ലേലൂയ. എന്റെ പിതാവ് അറിയാതെ ഞാൻ അന്ന് 15 പൈസ കാർഡില് ആമീൻ അയക്കാവുന്ന ഒരു പോസ്റ്റ് കാർഡ് ഉണ്ട്. ആ കാർഡിൽ ഞാൻ ആമീൻ അന്നൊരു മെസ്സഞ്ചർ വരുമായിരുന്നു, ആമീൻ ഇന്ത്യൻ മെസ്സഞ്ചർ. ആ മെസ്സഞ്ചറിനകത്ത് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ട് ഞാൻ അതിന്റെ അകത്ത് കത്തെഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമീൻ അതിന്റെ ആമീൻ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് കത്തെഴുതുകയും ആമീൻ എനിക്ക് മറുപടി വരികയും എന്നെ അവർ ഇന്റർവ്യൂവിന് വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇതൊന്നും എന്റെ പിതാവ് അറിയുന്നില്ല, എന്റെ പിതാവിനോട് പറയാതെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ആമീൻ. ഹല്ലേലൂയ. കാരണം പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി ബൈബിൾ കോളേജിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ആമീൻ ഒരു പണത്തിന്റെ ഒരു മാർഗവും ഇല്ലാതെ ഇരിക്കുമ്പോൾ ആമീൻ മാനുഷികമായിട്ട് ഒരു പിതാവിന് ദുഃഖം വരും. അതുകൊണ്ട് ഞാൻ എന്റെ പിതാവിനോട് ആ കാര്യം പറഞ്ഞില്ല. എന്റെ പിതാവിനോട് എന്നെ തിരസ്കരിക്കുമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ പറയാതിരുന്നത്. എന്റെ മാതാവിനോട് മാത്രം ഞാൻ പറഞ്ഞ് ഞാൻ ഇത് അയക്കുകയും ആമീൻ ഹല്ലേലൂയ എനിക്ക് അവിടെ നിന്ന് ഇന്റർവ്യൂ കോൾ വരികയും ഞാൻ അവിടേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കടന്നു ചെന്ന് ആമീൻ BTH-ന് ആമീൻ ഹല്ലേലൂയ എല്ലാ ഫോമും ഞാൻ ഫില്ലപ്പ് ചെയ്ത് അവൻ എന്നോട് ഇന്റർവ്യൂ ചെയ്തു. ആമീൻ ഇന്റർവ്യൂ ഒക്കെ ഇംഗ്ലീഷിലാ. ആമീൻ മലയാള മീഡിയത്തിൽ പഠിച്ച ഞാൻ ആമീൻ ഇംഗ്ലീഷില് ആമീൻ
ഇന്റർവ്യൂ എനിക്ക് കൊടുക്കുവാൻ പറ്റിയില്ല. ഞാൻ ഒന്നും ഇംഗ്ലീഷിൽ എഴുതുവാൻ എനിക്ക് കഴിഞ്ഞില്ല. അവർ എന്നോട് ചോദിച്ചു, ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഒരു കാര്യം ചെയ്ത് ഒരു വർഷം CTH ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് BTH ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല വേണ്ട, ഞാൻ അവരോട് എന്റെ ദർശനം പറഞ്ഞില്ല, എനിക്ക് BTH തന്നെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. എങ്ങനെയോ എന്റെ വിശ്വാസത്താൽ അവർ എനിക്ക് BTH-നുള്ള അഡ്മിഷൻ എനിക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിന്റെ സാമ്പത്തിക ക്രമീകരണങ്ങളെ കുറിച്ച് അവർ എന്നോട് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവര് എന്നോട് ചോദിച്ചു, എങ്ങനെയാ പൈസയുടെ ക്രമീകരണങ്ങൾ, ഫീസ് കൊടുക്കണം? ഞാൻ പറഞ്ഞു, എല്ലാം ഫെയ്ത്തിലാ, വിശ്വാസത്താൽ ഞാൻ ചെയ്യും, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ BTH-ന് അഡ്മിഷൻ ചെയ്തു. ഹല്ലേലൂയ. അവിടെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് പോകണം, ദൈവത്തിന്റെ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടണം കർത്താവെ, എനിക്ക് ഒരു പൈസ പോലും എന്റെ മാതാപിതാക്കളിൽ ആശ്രയിക്കാതെ എനിക്ക് ഫീസ് കൊടുക്കുവാനുള്ള ദൈവകൃപ എനിക്ക് നൽകി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നെ എല്ലാവരും യാത്രയാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രതീക്ഷിച്ചതിലും അധികമായിട്ട് ഞാൻ ഇങ്ങനെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് എന്നെ നടത്തുന്നവനാ എന്റെ കർത്താവ്. അന്ന് ഞാൻ എല്ലാ വിഷയത്തിനും വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്റെ പഠനത്തിന്റെ വിഷയത്തിൽ പോലും ഫെയിൽ ആകുന്ന അവസരങ്ങൾ വരുന്ന സമയങ്ങളിൽ പോലും ഹല്ലേലൂയ, ഞാൻ ഫെയിൽ ആകും, എനിക്ക് ജയിക്കുവാൻ കഴിയത്തില്ല എന്ന് തോന്നുമ്പോൾ പോലും ഞാൻ വചനം പറയും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എന്റെ കർത്താവ് എന്നെ വിജയിപ്പിക്കുന്ന അവസ്ഥകൾ എന്റെ അനുഭവത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണത്തിന്റെ കാര്യത്തിലും സ്വർഗത്തിലെ അപ്പൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഓരോ മാസവും ഫീസിന്റെ കാര്യം വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. ചാപ്പലിൽ പോയിരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് ഈ മാസം ഫീസ് കൊടുക്കണം, കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. സ്വർഗം എനിക്ക് വേണ്ടി വഴി തുറന്ന അവസ്ഥകൾ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. ഫോറിനേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നു, എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു, കർത്താവെ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അപ്പ. ഞാൻ എന്നും ചാപ്പലിൽ പോയിരുന്ന് കരയും, കർത്താവെ ഭാഷയുണ്ടാക്കിയവൻ എന്റെ ദൈവമാ, എനിക്ക് ഈ ഭാഷയെ മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ചില ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പിന്നെയും ക്ലാസ്സിൽ പോയിരിക്കും. കർത്താവെ എനിക്ക് ഓരോ വേർഡുകളും എനിക്ക് മനസ്സിലാക്കി തന്നു. ഹല്ലേലൂയ. അവർ പറയുന്ന ഓരോ കാര്യം ഓട്ടോമാറ്റിക്കലായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞാൻ BTH 2003 ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ആ BTH കാലയളവിൽ തന്നെ എവിടെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ള കാര്യം കർത്താവ് എന്നോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കൂടുതലും നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു മിഷനുള്ള ഒരു സ്ഥാപനമായിരുന്നു ഞങ്ങളുടെ സ്ഥാപനം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലെ ഓരോ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും എന്റെ അകത്ത് ഒരു ആവേശം കയറി. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോണം. വിഗ്രഹാരാധികളുടെ അടുക്കൽ കടന്നുപോയി യേശുവിനെ കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ആളുകളുടെ അടുക്കൽ കടന്നുപോയി എനിക്ക് കർത്താവിന്റെ വചനം പറയണമെന്നുള്ള വലിയൊരു ആഗ്രഹം എന്റെ അകത്ത് വന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി അന്ന് ബൈബിൾ കോളേജിൽ വെച്ച് ഞാൻ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഗ്രാജുവേഷന് ശേഷം ഹല്ലേലൂയ ഞാൻ കാത്തിരുന്നു. കർത്താവെ എനിക്ക് ഒത്തിരി വിവാഹാലോചനകൾ വന്നു. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്തു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നു, ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നു. പണം ബൈബിൾ കോളേജിൽ നിന്ന് കടന്നു വന്നിട്ട് എന്റെ പിതാവ് ഒരു കർഷകനായതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുവാനുള്ള പണം അദ്ദേഹത്തിന്റെ അടുക്കൽ ഇല്ലാതിരുന്നത് കൊണ്ടും ഞാൻ ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയി. BTH കഴിഞ്ഞിട്ട് ആന്ധ്രയിൽ സ്കൂളിൽ പഠിപ്പിക്കുവാൻ വേണ്ടി ഞാൻ പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോഴും ഞാൻ എന്റെ കർത്താവിനോടുള്ള സ്നേഹം വിട്ടുകളഞ്ഞില്ല. ഞാൻ
ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കർത്താവേ എനിക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കണം. അങ്ങനെ ആമേൻ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് നല്ലൊരു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടുകാരി അന്നും ഉണ്ടായിരുന്നു. ഒരിക്കൽ എന്റെ പ്രാർത്ഥന കൂട്ടുകാരുടെ എല്ലാം വിവാഹം കഴിഞ്ഞു. ആമേൻ എന്റെ നല്ലൊരു പ്രയർ പാർട്ട്ണറുടെ വിവാഹ നിശ്ചയം വന്നപ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസമായി. കർത്താവേ, ഞാൻ മാത്രമേ ശേഷിച്ചുള്ളൂ. ഇനി ആരാ എനിക്ക് വേണ്ടി കൂട്ട്? അവർക്കൊരു കൂട്ട് കിട്ടി, അവർ കടന്നു പോകുന്നു. ഞാൻ അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ എന്റെ പിതാവിന് അറിയാം, അവളുടെ വിവാഹമാ, അവർക്ക് പണമുള്ള ആളാ, അവരുടെ വിവാഹം കഴിച്ചു വിടും എന്നൊക്കെ എന്റെ പിതാവിന് അറിയാം. എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, എന്റെ കരത്തിൽ പണമില്ല, ഇനി നീ 5 വർഷം കൂടെ കാത്തിരിക്കണം, 5 വർഷം കഴിയുമ്പോൾ തേങ്ങയൊക്കെ ഇടും, അതിനുശേഷം ഞാൻ നിന്നെ വിവാഹം കഴിച്ചയക്കാം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. എനിക്ക് ഒത്തിരി സങ്കടം വന്നു. കർത്താവേ, പെട്ടെന്ന് വിവാഹം കഴിക്കുവാനുള്ള ഒരു ആഗ്രഹമല്ല, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെങ്കിൽ ഒരു കൂട്ട് വേണം. ഞാൻ പ്രാർത്ഥിച്ചു, അപ്പാ അത് ഒത്തിരി ദിവസം ഒത്തിരി വർഷം മുമ്പോട്ട് നീങ്ങുമല്ലോ. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അന്ന് രാത്രിക്ക് ഞാനും എന്റെ മാതാവും ഞങ്ങൾ എല്ലാവരും ഇരിക്കുക, എന്റെ സഹോദരങ്ങളെല്ലാം ഇരിക്കുക, ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു പാട്ട് പാടി, നിനക്കായി കരുതും അവൻ നല്ലോഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആ പാട്ടിങ്ങനെ പാടി. ഇങ്ങനെ അതിൻ്റെ അകത്ത് ഒരു വരിയുണ്ട്, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല, വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. ഈ പാട്ട് പാടി ആത്മാവിൽ ആരാധിച്ചു. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിച്ചു. ഒത്തിരി സമയങ്ങൾ മുൻപോട്ട് പോയി. ഹല്ലേലൂയ. ഞാനൊരു ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എനിക്കറിയത്തില്ല, ആ ഹാള് മുഴുവൻ ഞാൻ ചുറ്റി. ഞാൻ അറിയുന്നില്ല ഞാൻ എവിടെയൊക്കെ ചുറ്റി ആത്മാവിൽ ആരാധിക്കുന്നതെന്ന്. ഞാനൊരു ശബ്ദം കേട്ടു, ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം ഞാൻ കേൾക്കുവാൻ ഇടയായി തീർന്നു. ആ ശബ്ദം ഇതായിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അന്ന് വരെ ഞാൻ ബൈബിളില് ഈ വാക്യം കണ്ടിട്ടില്ല. ആ വാക്യം ഇതായിരുന്നു, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ഹല്ലേലൂയ. ഈ വചനം എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കേട്ടു. ഇടിമുഴക്കം പോലെ ഒരു സൗണ്ട് എനിക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് വരെ ഞാൻ വചനത്തിൽ വായിച്ചിട്ടില്ല. ഞാൻ ഒത്തിരി തപ്പി ഇത് വചനത്തിൽ എവിടെയാന്ന് ഞാൻ കണ്ടുപിടിച്ചില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ദൈവദാസൻ വന്നപ്പോൾ ഇതേ വചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ വചനം ബൈബിളിൽ ഉണ്ട് എന്ന് മനസ്സിലായത്. ഹല്ലേലൂയ. ആമേൻ. ഈ വചനം എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, ഞാൻ നിത്യ ദൈവമാ, ഞാൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവനാ, നിനക്കറിഞ്ഞുകൂടാത്ത ആമേൻ ആ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുമെന്നുള്ള വാഗ്ദത്തം എനിക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വാഗ്ദത്തം ഞാൻ കേട്ടിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്റെ പ്രയർ പാർട്ട്ണറുടെ വിവാഹം, ഞാൻ ആ വിവാഹത്തിന് കടന്നുപോയി. ഹല്ലേലൂയ. ആ വിവാഹത്തിന്റെ അന്ന് എന്റെ ആ കൂട്ടുകാരിയെ ഒരുക്കി യാത്ര അയക്കുന്ന ആ സമയം ഹല്ലേലൂയ അവരുടെ മാതാവ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ മോളെ, നിന്റെ അക്കൗണ്ട് ഓപ്പൺ ആണോ, നിനക്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടില്ല, എന്റെ അക്കൗണ്ട് ഒന്നും ഓപ്പൺ അല്ല. ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു, ഇന്ന് തന്നെ പോയി നീ അക്കൗണ്ട് തുറക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പോയി അക്കൗണ്ട് തുറന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവര് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ പേരിൽ ഒരു 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
ഹല്ലേലൂയ. എന്റെ വിവാഹത്തിന് വേണ്ടിയുള്ള ഫസ്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു അത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒത്തിരി വിവാഹാലോചനകൾ കടന്നു വന്നു. ആമേൻ ഞാൻ ശാഠ്യം പിടിച്ചു. ഇല്ല, നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസൻ തന്നെ എനിക്ക് വേണം. ആമേൻ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആമേൻ അങ്ങനെ ആമേൻ ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന ദൈവദാസന്റെ ആമേൻ ഒരു കോളിംഗ് ആമേൻ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിവാഹം നടക്കാതെ ആമേൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു വിവാഹം വന്നു. ആമേൻ അത് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല താല്പര്യമുള്ള ഒരു ദൈവദാസനായിരുന്നു. ആ വിവാഹം ആമേൻ ഹല്ലേലൂയ അത് നഷ്ടപ്പെട്ടു പോയി. ആമേൻ അത് നടന്നില്ല. അതിന്റെ വലിയ പ്രയാസത്തിൽ ഞാൻ പറഞ്ഞു, ഇനി വിവാഹം കഴിക്കാതെ കർത്താവിന്റെ വേല ചെയ്യാം. ഞാനൊരു ആമേൻ എന്റെ ബൈബിൾ കോളേജിൽ എന്റെ വാർഡനായിരുന്ന എന്നെ ഒരു ആന്റിയുടെ അടുക്കലേക്ക് കടന്നുപോയി. വളരെ നിരാശയോടെ കടന്നുപോയത്. എന്നാൽ ആന്റി എന്നെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ആമേൻ ഇടയായി തീർന്നു. തൃശ്ശൂരിലുള്ള ആമേൻ പോലീസ് മത്തായി എന്ന് പറയുന്ന ഒരു ദൈവദാസന്റെ ഉപവാസ പ്രാർത്ഥനയിൽ ആമേൻ ഞാൻ കടന്നു പോകുകയും അന്ന് ഞാൻ ഏത് ദിവസം കടന്നുപോയോ അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ 3-ാമത്തെ ദിവസം ആമേൻ ഞാൻ മറുപടി അയക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ആരാധിച്ച് അതിനെ സ്വീകരിച്ചു. അതിനെ ഞാൻ ഏറ്റെടുത്തു. 3-ാമത്തെ ദിവസം ഹല്ലേലൂയ 2-ാമത്തെ ദിവസം എന്റെ മാതാപിതാക്കൾ എന്നെ തിരിച്ചു വിളിക്കുകയാ. ആമേൻ നിനക്ക് വേണ്ടി ഒരു പ്രൊപ്പോസൽ കടന്നു വരുന്നു. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യൻ ദർശനമുള്ള ഒരാളാ കടന്നു വരുന്നത്. ആമേൻ എനിക്ക് ആദ്യം ഒരു വിഷമം ഉണ്ടായി. ആമേൻ ഞാൻ എന്നിട്ട് മനസ്സോടെ എന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ആമേൻ ഹല്ലേലൂയ. ആ 3-ാമത്തെ ദിവസം തന്നെ അദ്ദേഹം കടന്നു വന്നു. ഹല്ലേലൂയ. എന്നോട് സംസാരിച്ചു. നോർത്ത് ഇന്ത്യയെ കുറിച്ച് എന്നോട് പറഞ്ഞു ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ, വീടോ മറ്റു കാര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ആമേൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാൻ നീ തയ്യാറാണോ എന്ന് മാത്രം എന്നോട് ചോദിച്ചു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു അതെ, ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാൻ തയ്യാറാ. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുവായിരുന്നു, കർത്താവേ എനിക്ക് വലിയ സൗന്ദര്യമില്ല. ഹല്ലേലൂയ. ആമേൻ എന്റെ കയ്യിൽ പണമില്ല. പണവും സൗന്ദര്യവും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം എന്നെ വിവാഹം കഴിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ അത് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. ഹല്ലേലൂയ. സൗന്ദര്യമോ എന്റെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, സൗന്ദര്യവും പണവും നോക്കാത്ത ഒരു വ്യക്തിയായിരിക്കണം എന്നെ വിവാഹം കഴിക്കുന്നതെന്ന്. ആമേൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ സൗന്ദര്യത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല, നിന്റെ പണത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചില്ല, നിന്റെ ദർശനം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, എനിക്കത് മാത്രം മതി. ഹല്ലേലൂയ. അങ്ങനെ 21 ദിവസത്തിന്റെ ഉള്ളിൽ ആമേൻ ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. അതിനു മുമ്പ് ആമേൻ ഞാൻ പറഞ്ഞല്ലോ, എന്റെ വിവാഹത്തിന്റെ ഗിഫ്റ്റ് എനിക്ക് 50,000 രൂപ വന്നു. ആമേൻ ഒരു ദൈവദാസനോട് കർത്താവ് സംസാരിച്ചു. ഹല്ലേലൂയ. ആമേൻ റിനിക്ക് എത്ര രൂപ അവർ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അത്രയും രൂപ അയച്ചു കൊടുക്കണം. എന്റെ മാതാവ് എനിക്ക് വേണ്ടി 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്റെ മാതാവിനോട് ചോദിച്ചു, നിങ്ങൾ ആമേൻ റിനിക്ക് എത്ര കൊടുക്കും? ആമേൻ ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ആ 1.5 ലക്ഷം രൂപ ആമേൻ ബാങ്ക് അക്കൗണ്ടിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ എന്റെ വിവാഹം നടന്നു. എന്റെ വിവാഹത്തിനു ശേഷം ഹല്ലേലൂയ ഞാൻ എന്റെ ഭദ്രഗ്രഹത്തിൽ പോയി. അദ്ദേഹം യാക്കോബ ആമേൻ സമുദായത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പ്രതീക്ഷിച്ചു എന്റെ ദൈവദാസൻ ആമേൻ ശക്തമായി ശുശ്രൂഷിക്കുന്ന ഒരാളും ആമേൻ നല്ല എന്നെ ആത്മാവിൽ വളർത്തുന്ന ഒരാളും ആമേൻ എന്നെ ശുശ്രൂഷയിൽ കൈത്താങ്ങുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ട ഞാൻ വിവാഹം കഴിച്ചത്. എന്നാൽ എന്റെ സ്വപ്നമെല്ലാം ഇടിഞ്ഞു പോകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞ് ആമീൻ പിറ്റേ ദിവസം ആമീൻ എന്നോട് പിറ്റേ ദിവസം ഞാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം ആമീൻ ന്യൂസ് പേപ്പർ വായിക്കുന്നു. ന്യൂസ് പേപ്പർ ഒത്തിരി അടുത്ത് പിടിച്ച് ആമീൻ ഇങ്ങനെ അടുത്ത് വെച്ചാണ് ഇങ്ങനെ വായിക്കുന്നത്. ആമീൻ ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹത്തിന് കണ്ണ് കാണുവാൻ കഴിയുന്നില്ലല്ലോ, ഇദ്ദേഹത്തിന് അധികം കാഴ്ചശക്തി ഇല്ലല്ലോ കർത്താവേ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് കണ്ണ് കാണുവാൻ കഴിയത്തില്ലേ? ആമീൻ ഹല്ലേലൂയ. എന്താ ഇങ്ങനെ വായിക്കുന്നത്? അടുത്ത് പിടിച്ച് ആമീൻ അദ്ദേഹം എന്നോട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമീൻ എനിക്ക് കണ്ണ് കാണത്തില്ല, ഈ കാര്യം എനിക്ക് നിന്നോട് പറയുവാൻ പറ്റില്ല
പറ്റിയില്ല, പറയാത്തതിൽ എന്നോട് ക്ഷമിക്കണം എന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അദ്ദേഹം അപ്പോൾ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ പറയുവാൻ ഇടയായി, ഇനി കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചതായിരിക്കും, ആമീൻ, ഞാൻ നിങ്ങളുടെ കണ്ണായിരിക്കും, ആമീൻ എന്ന് പറഞ്ഞ് ആമീൻ ഹല്ലേലൂയ അദ്ദേഹത്തെ ധൈര്യപ്പെടുത്തി ആമീൻ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒത്തിരി പ്രയാസങ്ങൾ എന്റെ ജീവിതത്തിൽ നേരിട്ടു. ഹല്ലേലൂയ, ഞാൻ പ്രതീക്ഷിച്ചാത്ത എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ആമീൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ, അദ്ദേഹത്തിന് ആമീൻ പകൽ സമയത്ത് എങ്ങനെ വേണമെങ്കിലും നടക്കാം, ആമീൻ സ്തോത്രം, ആമീൻ രാത്രി സമയത്ത് ആമീൻ നല്ല ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് നടക്കുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അദ്ദേഹം BTH പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാമത്തെ വർഷമാണ് എന്നെ വിവാഹം കഴിക്കുന്നത്. 6 മാസം ആമീൻ 6 മാസത്തേക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ വിട്ടേച്ചു പോയി. ആമീൻ ഒരു ആത്മീയ അന്തരീക്ഷം ഒന്നും ഇല്ലാതിരിക്കുന്ന വീട് ഞാൻ ഒറ്റയ്ക്ക് പോരാടി ജയിച്ചു. ആമീൻ 6 മാസം കഴിഞ്ഞപ്പോൾ ആമീൻ ഞാൻ അദ്ദേഹത്തിന്റെ ബൈബിൾ കോളേജിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ബൈബിൾ കോളേജിലേക്ക് ആമീൻ പോയി. ആമീൻ അവിടെ വെച്ചാണ് ഞങ്ങൾ ദർശനത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ആമീൻ ഹല്ലേലൂയ. ആമീൻ അദ്ദേഹം വചനം പഠിച്ച് ആമീൻ കടന്നു വരുന്ന ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കും, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ആമീൻ ചർച്ച് മിനിസ്ട്രി ആണോ, ഏത് ശുശ്രൂഷയാ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും. ആമീൻ എനിക്ക് വ്യക്തമായിട്ടൊരു തിട്ടം ഉണ്ടായിരുന്നു, ഞാൻ ഏത് മിനിസ്ട്രിയാ ചെയ്യുവാൻ പോകുന്നതെന്ന്. കർത്താവ് എന്നോട് പറയുമായിരുന്നു, ആമീൻ ഹല്ലേലൂയ, നിന്നെ ഞാൻ അന്യഭാഷക്കാരുടെ നടുവിൽ ആമീൻ കൊണ്ടു നിർത്തും. ഹല്ലേലൂയ. ആമീൻ എന്റെ ആമീൻ ആലയത്തിലെ പുഷ്ടി കൊണ്ട് നീ ഉപജീവനം കഴിക്കുമെന്നുള്ള ആമീൻ ഒരു വചനം ദൈവം എന്നോട് എപ്പോഴും സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകുമായിരുന്നു, എനിക്ക് ദൈവം ചർച്ച് മിനിസ്ട്രി ആണ് തന്നിരിക്കുന്നത് എന്നുള്ള ഒരു നിശ്ചയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് എന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഏത് മിനിസ്ട്രിയാ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ആമീൻ എനിക്ക് പ്രസംഗിക്കുവാൻ കഴിവില്ല, എനിക്ക് പാടുവാൻ കഴിവില്ല, ആമീൻ ഞാൻ ഒരു സോഷ്യൽ വർക്കായിട്ട് ആമീൻ യേശുവിന്റെ സുവിശേഷം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര വിഷമം വന്നു. ആമീൻ കർത്താവേ, ആമീൻ സോഷ്യൽ വർക്ക് അതെനിക്ക് അന്ന് ശരിക്കും മനസ്സിലായില്ല എന്താ സംഭവം എന്ന്. ആമീൻ കർത്താവേ, ഞാനൊരു സോഷ്യൽ വർക്കുമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുവാനല്ല ആഗ്രഹിക്കുന്നത്, ആമീൻ ഞാനൊരു ചർച്ച് മിനിസ്ട്രി ചെയ്യുവാനാ കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. അദ്ദേഹം ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് റൂമിലിരിക്കും, ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കർത്താവേ, ആമീൻ കഴിവ് കൊടുക്കുന്നവൻ ദൈവമാ. ദൈവം എന്നോട് പറഞ്ഞത് ആലയത്തിന്റെ പുഷ്ടി കൊണ്ട് ഉപജീവനം കഴിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ എനിക്ക് ചർച്ച് മിനിസ്ട്രി വേണം. ഹല്ലേലൂയ. ദൈവം അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ എനിക്ക് വേണ്ടി തന്നതെങ്കിൽ ആമീൻ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആമീൻ ഞങ്ങളെ ആമീൻ റായ്പൂരുള്ള ഒരു ചർച്ചിലേക്ക് വിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. റായ്പൂരിലുള്ള ഒരു ചർച്ചില് ഞങ്ങളെ ചാർജ് എടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ കടന്നുപോയി. ആദ്യമായിട്ട് ചർച്ചില് ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പ്രാർത്ഥിക്കുവാന് ഒരു വേട് പോലും അദ്ദേഹത്തിന് ആമീൻ വായിൽ വരുന്നില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമീൻ അദ്ദേഹം ഒത്തിരി പ്രയാസപ്പെട്ടു. എങ്കിലും ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ ആ ചർച്ച് മിനിസ്ട്രി ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഞാൻ അച്ചച്ചനോട് പറഞ്ഞു, ആമീൻ വിഷമിക്കണ്ട, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്തു. ആമീൻ ആരാധനയെല്ലാം ഞാൻ ലീഡ് ചെയ്യും. അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങും, അദ്ദേഹം പിന്നെ പ്രസംഗിക്കും. ദൈവം കൃപ കൊടുത്തു തുടങ്ങി. അദ്ദേഹം എപ്പോഴും പറയും, ഹല്ലേലൂയ, ഞാനൊരു പാസ്റ്ററായി തീരുവാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ പേരിന്റെ പുറകിൽ ഒരു പാസ്റ്റർ എന്ന പേര് എഴുതി ചേർക്കരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആമീൻ എന്റെ ഒരു പാസ്റ്ററായിട്ട് ദൈവം എന്നെ വിളിച്ചിട്ടില്ല എന്ന് ആമീൻ അദ്ദേഹം പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. എപ്പോഴും പ്രയാസത്തോടുകൂടെ നടക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോഴെല്ലാം ആമീൻ ഞാൻ ധൈര്യപ്പെടുത്തുമായിരുന്നു. ആമീൻ എന്റെ ഒരു ആഗ്രഹം അദ്ദേഹം പാസ്റ്റർ ബിജു മാത്യു എന്നറിയപ്പെടണം, ആമീൻ എന്നൊരു ആഗ്രഹം എന്റെ അകത്തുണ്ടായിരുന്നു. ആമീൻ അദ്ദേഹം എപ്പോഴും ഇല്ല, എന്റെ ആമീൻ പേരിന്റെ പുറകിൽ ബ്രദർ ബിജു മാത്യു മതി, പാസ്റ്റർ ബിജു മാത്യു വേണ്ട എന്ന് പറയും. ഹല്ലേലൂയ. അങ്ങനെ റായ്പൂര് ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രതികൂലം കടന്നു വന്നു.
ഹല്ലേലൂയ. ശവക്കോട്ടയുടെ നടുക്ക് ആണ് ഞങ്ങളുടെ ചർച്ച ഉണ്ടായിരുന്നത്. അതിന്റെ നടുക്ക ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോഴെല്ലാം എപ്പോഴും അല്ലെങ്കിൽ ഡെഡ് ബോഡികൾ വരുന്നതെല്ലാം ഞങ്ങൾ കാണും. ഒരു മൃത്യുവിന്റെ ഒരു മരണത്തിന്റെ ബന്ധനം അവിടെ എപ്പോഴും നിൽക്കുമായിരുന്നു. ഒരിക്കൽ അച്ചാച്ചന് മഞ്ഞപ്പിത്തം വന്ന് വളരെ കൂടി, വളരെ അസ്വസ്ഥനായിട്ട് മരണത്തോട് മല്ലിട്ട് ഇനി ഞാൻ ജീവിക്കത്തില്ല. ആ സമയത്ത് ഞാൻ പ്രഗ്നൻസിയിലായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിയില് 4 മാസമായി. അപ്പോൾ അച്ചാച്ചന് മഞ്ഞപ്പിത്തം പിടിപെടുന്നു. മഞ്ഞപ്പിത്തം പിടിപെട്ട് അത് കരളിനെ ബാധിച്ച് വളരെ അസ്വസ്ഥനായി. അദ്ദേഹം മരിച്ചു പോകുമെന്നുള്ള ഒരു അവസ്ഥയിൽ തൊണ്ടയിൽ ചെറിയൊരു ശ്വാസമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചു പോയാൽ നീ നിന്റെ ഭവനത്തിലേക്ക് കടന്നു പൊക്കോണം. ഹല്ലേലൂയ. ഞാൻ മരിച്ചു പോകും എന്ന് പറയാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എനിക്ക് ഒത്തിരി പ്രയാസം വന്നു. കർത്താവേ, ഞാൻ വളരെ പ്രതീക്ഷയോടെയാ ഹല്ലേലൂയ വിവാഹം കഴിച്ചത്. കർത്താവിന്റെ വേല ചെയ്യുവാൻ വളരെ അസ്വസ്ഥതകൾ നേരിട്ടു. അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ ചാക്കുകെട്ട്, 50 കിലോ ഭാരമുള്ള ചാക്കുകെട്ട് എന്റെ നെഞ്ചിൽ ആരോ വെച്ചിരിക്കുകയാ, എനിക്ക് വലിയൊരു ഭാരം തോന്നുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനു മുമ്പായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വാക്ക് പിൻവലിക്കുക, നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇല്ല, നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ ജീവിക്കും, നമ്മൾ കർത്താവിന്റെ വേല ചെയ്യും, ഞാൻ വിധവയായി തീരത്തില്ല, നമ്മൾ ഒരുമിച്ച് വേല ചെയ്യുമെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ ഹൗസ് ഓണർ, ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസിയാ. അദ്ദേഹത്തെ ഞാൻ ഉടനെ വിളിച്ചു. അദ്ദേഹവും ഞാനും കൂടെ ഒരുമിച്ച് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ധകാര ശക്തിയോട് മല്ലിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ അന്ധകാര ശക്തി അദ്ദേഹത്തെ വിട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 50 കിലോ ഭാരമുള്ള ചാക്കുകെട്ട് എങ്ങനെ ഇറക്കി വെക്കുന്നുവോ അതുപോലെ ഒരു ഭാരം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നിന്ന് മാറിപ്പോകുകയും അദ്ദേഹം ജീവൻ പ്രാപിച്ച് അദ്ദേഹം തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് മുതൽ കർത്താവിന്റെ വേലയെ ഞങ്ങൾ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 1 വർഷം റായ്പൂര് ശുശ്രൂഷ ചെയ്യുന്നത് 1 വർഷം തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേറ്റഡ് കേസ് വന്നതുകൊണ്ട് ഞാൻ എന്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചുപോയി. അവിടെ വെച്ച് ഞാൻ അറിയുന്നു, എന്റെ ഫാദർ ഇൻ ലോ ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്റെ ഭർത്താവ് തനിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ക്രിയകളെല്ലാം ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ മാതാവും അദ്ദേഹത്തിന് ഒരു സഹോദരനാ ഉള്ളത്, അവര് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബഭാരം വർദ്ധിച്ചു. ഹല്ലേലൂയ. മാതാവ് ഒറ്റയ്ക്ക്, എന്റെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഒറ്റയ്ക്ക്. ഞങ്ങൾക്ക് ഇനിയും മിഷൻ ഫീൽഡിലേക്ക് തുടർന്ന് പോകുവാൻ കഴിയത്തില്ലല്ലോ, എന്തു ചെയ്യുമെന്ന് വലിയ ഭാരം ഞങ്ങൾക്ക് തോന്നി. ഓരോ ദിവസവും ആത്മീയത്തിൽ ക്ഷയിച്ചുകൊണ്ടിരുന്നു, ക്ഷീണിച്ചുകൊണ്ടിരുന്നു, സംഘർഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒത്തിരി സംഘർഷങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നു. ഞാൻ ഒരു പിഞ്ചു പൈതലിനെ കൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുകയോ, എന്ന് എനിക്ക് മറുപടി കിട്ടുന്നുവോ, എന്ന് കർത്താവിനോട് സംസാരിക്കുന്നുവോ അന്ന് ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു എന്റെ പിഞ്ചു കുഞ്ഞുമായി ഞാൻ എന്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞു, എനിക്കിതിനൊരു ഉത്തരം കിട്ടണം. ഞാൻ എന്റെ ഒരു പ്രയർ പാർട്ണർ ആന്റിയുടെ അടുക്കൽ കടന്നു ചെന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആരാധിച്ചായ ആ ബന്ധനത്തെ തകർത്തു. ഹല്ലേലൂയ. അവരിലൂടെ പ്രവചനാത്മാവിൽ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, എവിടെയാണ് നിന്റെ ഭർത്താവ് ബൈബിൾ കോളേജിൽ പഠിച്ചത്, അവിടേക്ക് ഞാൻ നിന്നെ അയക്കുകയാ. ഹല്ലേലൂയ. അവിടെ വെച്ച് ശുശ്രൂഷയ്ക്കുള്ള വഴിയെ നിനക്ക് വേണ്ടി ഞാൻ തുറന്നു തരുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോയെന്നുള്ള ദൈവത്തിന്റെ ആലോചന കേൾക്കുകയും ഞാൻ ഉടനെ അച്ചാച്ചന് ഫോൺ ചെയ്തു. ഞാൻ ഇങ്ങനെ ഒരു ദൈവാലോചന കേട്ടു. ഹല്ലേലൂയ. അദ്ദേഹം ആ ദൈവാലോചനയിൽ വിശ്വസിച്ചിട്ട് ഉടനെ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പാൾ
എന്നെ ഫോൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഇവിടേക്ക് കടന്നു വാ. സന്തോഷത്തോടെ അദ്ദേഹം സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. സ്തോത്രം. അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി. സഹോദരന്റെ വിവാഹം എല്ലാം കഴിഞ്ഞു. ആ വിവാഹം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സംഘർഷങ്ങൾ നേരിട്ടത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവം ആ വിഷയത്തിന്റെ മേൽ ദൈവം ഞങ്ങൾക്ക് മറുപടി നൽകി തന്നു. ബൈബിൾ കോളേജിൽ ചെന്ന് ഞങ്ങൾ അവിടെയുള്ള ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ തുടർന്നു. അപ്പോഴാണ് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ വർക്ക് ചെയ്യുന്ന അന്നത്തെ പ്രസിഡന്റ് ആയി തീരുന്ന ജോയ് തോമസ് പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ബൈബിൾ കോളേജിൽ നിൽക്കേണ്ടവരല്ല, വയലിലേക്ക് പോകേണ്ടവരാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു സ്ഥലം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ UP-യിൽ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വേലക്കാരാരുമില്ല, അവിടേക്ക് നിങ്ങൾ കടന്നു പോകണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ ഞങ്ങൾ മീററ്റിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മീററ്റിൽ കടന്നു വന്നു വിശ്വാസത്തോടുകൂടെ. ഒന്നും ഞങ്ങളുടെ കരങ്ങളിലില്ല. ഹല്ലേലൂയ. പിഞ്ചു കുഞ്ഞുമായി 6 മാസമുള്ള എന്റെ പിഞ്ചു കുഞ്ഞിന് 6-ാം മാസത്തിൽ ഈ ചൂടുള്ള സമയത്ത് ഞങ്ങൾ ഈ മീററ്റിലേക്ക് കടന്നു വന്നു. ഒരു ഫാൻ ഞങ്ങൾക്കില്ല. ഒരു കൂളർ ഇല്ല. ഒറ്റ റൂം. അതിന്റെ അകത്ത് ഞങ്ങൾ സാധനങ്ങൾ വെക്കുന്നു. അതിന്റെ അകത്ത് തന്നെ ഞായറാഴ്ച ഈ സാധനങ്ങൾ ഒഴിവാക്കി ഞങ്ങൾ ആരാധന നടത്തുന്നു. വലിയ അസ്വസ്ഥതകൾ ഞങ്ങൾക്ക് നേരിട്ടു. ഹല്ലേലൂയ. പിഞ്ചു കുഞ്ഞിനെ കഠിന ചൂടുകൊണ്ട് അവൾക്ക് ഒത്തിരി പനി പിടിപെട്ടു. ഹല്ലേലൂയ. അവൾക്ക് പനി കൂടി. അവൾക്ക് ഒത്തിരി അസ്വസ്ഥതയായി. ഞങ്ങൾക്ക് അവിടുത്തെ ഡോക്ടേഴ്സിനെ ഒന്നും അറിയത്തില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മീററ്റിൽ കടന്നു വന്നതിനു ശേഷം ആരെയും ഞങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത വീട്, പരിചയമില്ലാത്ത ഭാഷ. എനിക്ക് ഹിന്ദി അറിയത്തില്ല. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പഠിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഹിന്ദി അറിയാം. എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. കർത്താവേ, ഈ കുഞ്ഞുമായിട്ട് എവിടെ പോകും? അങ്ങനെ ഭാരപ്പെട്ടു. കുഞ്ഞിന് പനി കൂടി, ഫിക്സ് വന്നു. എന്റെ തോളിൽ കിടക്കുകയാ. എന്റെ സഹോദരിയോടൊപ്പം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. എന്റെ കുഞ്ഞിനെന്തോ അസ്വസ്ഥത. അവൾ കണ്ണടയ്ക്കുന്ന പോലെ തോന്നുന്നു. അവൾ എന്തോ വിൽക്കുന്ന പോലെ തോന്നുന്നു. ഫിക്സ് വരുന്ന പോലെ തോന്നുന്നു. എനിക്കൊന്നും അറിയുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വരുമോ എന്ന് പോലും എനിക്ക് അറിയുന്നില്ല. പനി വരുമ്പോൾ ഇത് ആകുമോ എന്നൊന്നും എനിക്ക് അറിയുന്നില്ല. ഞാൻ വളരെ അസ്വസ്ഥതപ്പെട്ടു. ഞാൻ എന്റെ ഓണറിനെ വിളിച്ചു. ഒരു ഹിന്ദുവായ സ്ത്രീ. അവരോട് ഞാൻ പറഞ്ഞു. അവരെ ഞാൻ ഉടനെ വിളിച്ചു. അവർ വന്ന് കണ്ടു. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എളുപ്പം നിങ്ങളുടെ കുഞ്ഞിനെ എടുത്തോ എന്ന് പറഞ്ഞു അവര് തന്നെ എടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അവിടെ വെച്ച് അവര് സ്പഞ്ച് എല്ലാം ചെയ്തു. അവര് പറഞ്ഞു, എളുപ്പം വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. ഹല്ലേലൂയ. അവര് പറഞ്ഞു, ഈ കുഞ്ഞിനെ കിട്ടുക പ്രയാസമാ, എളുപ്പം നിങ്ങൾ ICU-ലേക്ക് കൊണ്ടുപോകോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ ഹസ്ബൻഡ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മേളില് 3-ാമത്തെ നില കവർ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ വാതിക്കൽ എത്തിയപ്പോഴത്തേക്കും കർത്താവ് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി. ICU-യിൽ കിടത്തുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചില്ല. അവർ ചോദിച്ചു, ICU-യിൽ കിടത്തേണ്ട ആവശ്യമില്ല, വാർഡിലേക്ക് തിരിച്ചു കൊണ്ടുപോക്കോ, ദൈവം ഇവളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്താ പറയുന്നത്? ഇവൾക്ക് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഞങ്ങൾ വാർഡിൽ ഒരു 3 ദിവസം കിടന്നു. ദൈവം അവളെ പരിപൂർണമായി സൗഖ്യമാക്കി. ഹല്ലേലൂയ. വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ ദൈവം ഞങ്ങളെ ഓരോ വിഷയത്തിലും ദൈവം പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. രോഗത്തിന്റെ അവസ്ഥയിൽ പോലും ദൈവം ദൂതനെ അയച്ച് ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിൽ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ കരത്തിൽ ഒന്നുമില്ല. വീട്ടിൽ നിന്ന് കടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഹാരത്തിന് വേണ്ടി കൊണ്ടുപോകും. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾക്ക് ആർമിക്കാരുള്ള വിശ്വാസികളാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അവർക്ക് കിട്ടുന്ന റേഷൻ പച്ചരിയ. അതാ ഞങ്ങൾക്ക് ദശാംശമായിട്ട് അവർ തരും. പച്ചരി മാത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പച്ചക്കറി മേടിക്കുവാൻ ഞങ്ങളുടെ കരത്തിൽ പണമില്ല. ഹല്ലേലൂയ. ഞങ്ങൾ വളരെ അസ്വസ്ഥതയിലൂടെ കടന്നുപോയി. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കുറച്ച് പുളിയൊക്കെ കൊണ്ടുവരും. പുളി വെള്ളം ഒഴിച്ച് വളരെ ദിവസങ്ങൾ ഞങ്ങൾ ആ പുളിവെള്ളം ഒഴിച്ച് ചോറ് കഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. അപ്പോഴും എനിക്ക് സങ്കടമില്ല. എന്റെ വീട്ടിൽ ഒരു ദിവസം പോലും
ഹല്ലേലൂയ പട്ടിണി ഞാൻ കിടന്നിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ പട്ടിണി കിടക്കേണ്ട അവസ്ഥകൾ നോർത്ത് ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായി. ഹല്ലേലൂയ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. എന്റെ കുഞ്ഞിന് പാല് കൊടുക്കുവാനില്ല. പഞ്ചസാര വെള്ളം കലക്കി ഞാൻ ഒത്തിരി നാൾ അവളെ കുടിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടുകൂടെ ഞങ്ങൾക്ക് അന്നൊരു സൈക്കിൾ ഉണ്ട്. സൈക്കിളിലെ വിശ്വാസത്തോടുകൂടെ പാത്രം തൂക്കിയിട്ട് ഹല്ലേലൂയ ഞങ്ങൾ ഓരോ വീടുകളിൽ പോയി വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. ആരെങ്കിലും വല്ലതും തന്നാൽ ആമേൻ ഹല്ലേലൂയ അന്നത്തെ ദിവസം പാല് കുടിപ്പിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ കുഞ്ഞ് വളർന്നു വന്നു. അവൾക്കറിയാം പാല് കൊടുക്കുന്ന കട ഏതാന്ന്. പാല് കൊടുക്കുന്ന കടകൾ ചൂണ്ടി അവൾ കാണിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ പറയും, മോളെ കർത്താവ് പണം തരും, ദൈവം പണം തരുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ ഒരു ദിവസം ഒരു അത്ഭുതം നടന്നു. ഹല്ലേലൂയ ഞങ്ങൾ പാലും പാത്രവുമായിട്ട് ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു മാതാവ് ഹല്ലേലൂയ ഞങ്ങൾക്ക് തരേണ്ട ദാനം തരുവാൻ അവർ മറന്നുപോയി. അവർ ഞങ്ങളുടെ പുറകെ നടന്ന് ഹല്ലേലൂയ ഞങ്ങളെ വിളിക്കുകയാ. ഞങ്ങളുടെ പേര് അവർക്ക് അറിയുന്നില്ല. പാസ്റ്റർ ജി എന്ന് വിളിക്കുവാൻ അവർക്ക് അറിയുന്നില്ല. അവർ ജയ്മസിക്ക് എന്ന് പറഞ്ഞ് അവര് പുറകെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങൾ തിരിഞ്ഞു നോക്കി, ആരായി ജയ്മസിക്ക് പറയുന്നത്? ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പ്രായമുള്ള ഒരു മാതാവ്. ആ മാതാവ് പേഴ്സുമായിട്ട് ഓടി വരിക. ഓടി വന്നിട്ട് ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ലൈറ്റ് അങ്ങ് പോയി, സ്ട്രീറ്റ് ലൈറ്റ് പോയി. അവർ പേഴ്സ് തുറന്നു. എത്ര രൂപയാ അവർ സാധാരണ ഞങ്ങൾക്ക് തരുന്നത്? 10 രൂപയാ. ഹല്ലേലൂയ അതിൽ കുറഞ്ഞ ഒരു 5 രൂപ അവർ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് തരാറുണ്ട്. എന്നാൽ ദൈവത്തിന് അറിയാം ഞങ്ങൾക്ക് എത്ര രൂപ ആവശ്യമാണെന്ന്. ആ സമയത്ത് ലൈറ്റ് അവിടുന്ന് പോയി. ഹല്ലേലൂയ ആ ലൈറ്റ് പോയ സമയത്ത് അവർക്ക് പേഴ്സിൽ കൈയിട്ട് ആ പണം മുഴുവൻ ഞങ്ങളുടെ കരത്തിലേക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. എന്റെ കുഞ്ഞിന് ഇഷ്ടം പോലെ പാല് കുടിക്കുവാനുള്ള പാലിനുള്ള പണം അവർ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിന് പാല് മേടിച്ചു, അവൾക്ക് പാല് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്റെ കുഞ്ഞ് ഒരു ബിസ്ക്കറ്റിന് വേണ്ടി കൊതിക്കുമായിരുന്നു. ഞങ്ങളുടെ വിശ്വാസികൾ ബിസ്ക്കറ്റ് കൊണ്ട് അവര് കഴിച്ച് അവരുടെ ആ ബിസ്ക്കറ്റ് താഴെയിട്ട് അതിന്റെ ചെറിയ കക്ഷണം പോലും എന്റെ കുഞ്ഞ് അത് വിടാതെ വാരിയെടുത്ത് വായിലിടുന്ന അവസ്ഥയിലൂടെ പോലും കടന്നു പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴെല്ലാം എന്റെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. പലപ്പോഴും എന്റെ കുഞ്ഞിന് വേണ്ടി കർത്താവ് ഏലിയാവിന് വേണ്ടി ഒരു കാക്കയെ അയക്കുന്നത് പോലെ എന്റെ കുഞ്ഞിന് വേണ്ടി തക്ക സമയത്ത് പാലും അവൾക്ക് കഴിക്കുവാനുള്ള ആഹാരവും കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഞങ്ങളുടെ കരത്തിലുള്ള ആട്ടയെല്ലാം തീർന്നു, ആഹാരം തീർന്നു. ഞങ്ങളുടെ കുഞ്ഞിന് എന്തു കൊടുക്കും കർത്താവെ, എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് ഞങ്ങൾ വിസിറ്റ് ചെയ്യുവാൻ പോയപ്പോൾ എന്റെ ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു, അവർ ആട്ട കുഴച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആട്ട കുഴയ്ക്കുന്നതിന്റെ ഇടയിൽ ഒരു ഉരുള മാത്രം എന്റെ കയ്യിൽ താ. ഹല്ലേലൂയ എന്റെ കുഞ്ഞിന് കൊടുക്കാൻ. സ്തോത്രം. ഞാൻ പറയുന്നില്ല എന്റെ ആട്ട കഴിഞ്ഞു പോയെന്നാ, എനിക്ക് കഴിക്കാനില്ല എന്നൊന്നും പറയുന്നില്ല. സിസ്റ്റർ എനിക്ക് ഒരു ഇച്ചിരി മാത്രം മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് വരാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ കുഞ്ഞിന് മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഹല്ലേലൂയ കിടന്നുറങ്ങി. പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. ഞങ്ങൾ ഹല്ലേലൂയ കിടന്നുറങ്ങുമ്പോൾ ഒരു വിളി കേൾക്കാം, ഒരു തട്ട് കേൾക്കാം. പാസ്റ്റേ വാതില് തുറക്കാം. ഹല്ലേലൂയ 5 കിലോ ആട്ട സ്തോത്രം. ഒരു പാത്രം ചിക്കൻ കറിയുമായിട്ട് അദ്ദേഹം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ ഞങ്ങൾ പോലും അതിശയിച്ചു. കർത്താവേ, ആദ്യത്തെ അത്ഭുതമാ. ദൈവത്തിന് സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. കർത്താവ് ഒരുത്തരെയും പട്ടിണി കിടത്തുന്ന ദൈവമല്ല, വിളിച്ചു വേർതിരിച്ചിട്ട് വഴിയിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല എന്ന് ഞങ്ങളെ ദൈവം ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. ഹല്ലേലൂയ. അങ്ങനെ ആഹാരത്തിനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തു. നല്ല ഒരു വസ്ത്രം ഞങ്ങൾക്ക് ധരിക്കുവാനില്ലാത്തത് കൊണ്ട് ആരും ഞങ്ങളെ കാണാതിരിക്കുവാൻ അധികം വെട്ടമില്ലല്ലോ രാത്രിയിൽ ഞങ്ങൾ സൈക്കിളിൽ പോകും. ദൈവത്തിന് സ്തോത്രം.
ആമേൻ. ഞങ്ങളുടെ മങ്ങിയ വസ്ത്രം ആരും കാണാതിരിക്കുവാൻ, നല്ല ഡ്രസ് ഇല്ലാതിരുന്ന അവസ്ഥ. ആമേൻ. അങ്ങനെയൊക്കെ അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നുപോയി. ആദ്യത്തെ ഞങ്ങളുടെ സുവിശേഷ വേല യാത്ര ഒത്തിരി കഠിനമായിരുന്നു. ഒത്തിരി ദൈവത്തിൽ മാത്രം ആശ്രയിച്ച ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം ഇതായിരുന്നു: ഒരു മനുഷ്യരോടും ഒരു രൂപ പോലും ചോദിക്കത്തില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് ചോദിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും. അപ്പം ദൈവം ഞങ്ങളുടെ ആരിലൂടെയെങ്കിലും പ്രവർത്തിച്ച് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആട്ട കഴിയുമ്പോൾ ആട്ടപാത്രത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കും. എണ്ണ കഴിയുമ്പോൾ എണ്ണയുടെ പാത്രത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അതിനെ നിറയ്ക്കും. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും എന്റെ കുഞ്ഞ് ഒരു ചിക്കൻ കഴിക്കുവാൻ അവൾ കൊതിക്കുമായിരുന്നു. അവൾ എന്റെ കല്യാണത്തിന്റെ ആൽബം എടുത്ത് നോക്കുമ്പോൾ അതിന്റെ അകത്ത് ചിക്കൻ കറി കാണുമ്പോൾ എന്റെ കുഞ്ഞ് പിടിവാശി പിടിക്കും. ആമി, മമ്മി എനിക്ക് ഇപ്പോൾ തന്നെ ചിക്കൻ വേണം. ഞങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. എന്റെ കർത്താവെ, എന്ത് ചെയ്യും? ഈ കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും തപ്പി ആമീൻ പൈസ ഉണ്ടാക്കി അവൾക്ക് വേണ്ടി മാത്രം കുറച്ച് ചിക്കൻ വാങ്ങിക്കുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരത്ഭുതം ഞാൻ പറയട്ടെ. അത് കഴിഞ്ഞപ്പോൾ എന്റെ കുഞ്ഞ് ചിക്കൻ മാത്രമേ ഉള്ളൂ കറി എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ഒരു ദിവസം 5 കിലോ ചിക്കൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന രീതിയിലുള്ള അത്ഭുതം ദൈവം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് മന്ന വർഷിപ്പിച്ചു കൊടുത്തതുപോലെ, തൃപ്തിയാക്കിയതുപോലെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇസ്രായേൽ ജനം ആഹാരം കഴിച്ചു തൃപ്തിയായി, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കത്തക്ക വിധത്തില് എന്റെ കുഞ്ഞു അന്ന് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നു. പലപ്പോഴും സബ്ജി മേടിക്കുവാൻ, പച്ചക്കറികൾ മേടിക്കുവാൻ ഞങ്ങളുടെ കരത്തിൽ കാശില്ലാതെ വരുമ്പോൾ കർത്താവ് ഒരു കാറ്റടിപ്പിച്ച് സിറ്റ് ഔട്ടിലേക്ക് ഹല്ലേലൂയ പണം അയക്കുന്ന അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എവിടെ നിന്നെങ്കിലും ജാതികളുടെ അടുക്കൽ കടന്ന പണം കാറ്റടിപ്പിച്ച് ദൈവം ഞങ്ങളുടെ സിറ്റ് ഔട്ടിൽ കൊണ്ടിടും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ അനുഭവത്തിലൂടെ എല്ലാം ഞങ്ങളെ ദൈവം കടത്തിവിട്ടു. അങ്ങനെ ഞങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഹല്ലേലൂയ. ആർമിക്കാരായിരുന്നു ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആദ്യം ഉണ്ടായത്. 3 വർഷം കഴിഞ്ഞപ്പോൾ ആർമിക്കാരുടെ എല്ലാ അവർ ഒന്നിച്ച ഒരു പോസ്റ്റിംഗ് ആയി. ഞങ്ങളുടെ സഭ ശൂന്യമായി. ഞാനും അച്ചാച്ചനും കുഞ്ഞുമായിട്ട് ഞായറാഴ്ചകൾ ആരാധിച്ചു. ഞങ്ങൾ ലോക്കലിലുള്ള ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാനും കുഞ്ഞും അച്ചാച്ചനും ഒരുമിച്ച് എല്ലാ ഞായറാഴ്ചയിലും ഞങ്ങൾക്ക് കിട്ടിയ റൂമില് ഞങ്ങൾ വിശ്വാസത്തോടെ പായിട്ട് പ്രാർത്ഥിക്കും. ഈ ഹാള് വന്ന് നിറയട്ടെ. അങ്ങനെ ഒരാളെ ദൈവം നൽകി തന്നു. അവരിലൂടെ വേറൊരാൾ കടന്നു വന്നു. അങ്ങനെ വേറൊരാൾ കടന്നു വന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ അവിടെ നിറച്ചു. അവിടെ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നന്മകളെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. സാമ്പത്തികമായിട്ടുള്ള ഉറവിടങ്ങളെ ഒരുക്കി. ഹല്ലേലൂയ. വളരെ നാളുകൾ സൈക്കിളിൽ യാത്ര ചെയ്ത് സുവിശേഷ വേല ചെയ്തു. ഞാൻ സൈക്കിളിൽ യാത്ര ചെയ്ത് നടുവിന്റെ പ്രയാസത്തിലൂടെ ഞാൻ ഒത്തിരി കടന്നുപോയി. അച്ചാച്ചൻ എപ്പോഴും രോഗിയായിരുന്നു. അദ്ദേഹം എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് കടന്നുപോയിട്ട് സുവിശേഷം പറഞ്ഞിട്ട് കടന്നു വരുമ്പോൾ എന്നും അദ്ദേഹത്തിന് അസ്വസ്ഥതയാ, എന്നും പ്രയാസമാ, എന്നും രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകും. ഹല്ലേലൂയ. എന്നും കടന്നു വരുമ്പോ കാലിന്റെ വേദന, കാല് വലിച്ചു കൂട്ടുന്നു. നെഞ്ചിന് അസ്വസ്ഥത. എന്നും പ്രാർത്ഥിക്കും. എന്നും ഒരു ദൈവദാസനെ ഞാൻ വിളിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ എന്നും വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർക്ക് ദൈവ അധികാരം തന്നിട്ടുണ്ട്. സിസ്റ്റർ ഇച്ചിരി എണ്ണയെടുത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കുക. അതിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പുരട്ടി പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അന്ന് മുതൽ എന്റെ ശുശ്രൂഷ ആരംഭിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിലുള്ള രോഗശാന്തിയുടെ ശുശ്രൂഷ അന്ന് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു വിശ്വാസ വീരനായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഈ മീററ്റിൽ വന്നപ്പോൾ പോലും മരണത്തോട് മല്ലിട്ടു. 2ാമത്തെ പ്രാവശ്യവും മരണം അദ്ദേഹത്തെ വെല്ലുവിളിച്ചു. പനിയുടെ അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ട് ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹം പറഞ്ഞു, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകരുത്. നിങ്ങൾ
ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം എന്നെ സൗഖ്യമാക്കും. പ്രാർത്ഥിക്കുക. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ആരെല്ലാം കടന്നു വരുന്നുവോ അവരെല്ലാം പറഞ്ഞു വിടും. ഇല്ല, നിങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ആരും ഇവിടെ വരരുത് എന്ന് പറഞ്ഞ് അവരെല്ലാം പറഞ്ഞു വിടുമായിരുന്നു. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. ഞാനും എന്റെ കൂടെ വേറൊരു സഹോദരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൈവച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ദൈവം അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും വിടുവിച്ചു. പ്രാർത്ഥന നടക്കും, അദ്ദേഹം പ്രസംഗിക്കും. ആരാധന ചെയ്യുന്നതെല്ലാം ഞാനാ. അദ്ദേഹം പ്രസംഗിക്കും. പ്രസംഗിച്ച് കഴിയുമ്പോൾ താഴെ വീഴും. താഴെ വീണിട്ട് ഉരുണ്ട് അദ്ദേഹം റൂമിലേക്ക് പോകും. ഹല്ലേലൂയ. അദ്ദേഹം വീഴുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഹല്ലേലൂയ. അങ്ങനെ എഴുന്നേറ്റ് ഞാൻ ബാക്കിയുള്ള ശുശ്രൂഷയും ആശീർവാദവും എല്ലാം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വളരെ നാളുകൾ അങ്ങനെ പ്രയാസത്തിലൂടെ കടന്നുപോയി. നെഞ്ചിന്റെ പ്രയാസം. ഓരോ വീട്ടിലും ശുശ്രൂഷ കഴിഞ്ഞു വരുമ്പോൾ നെഞ്ചിന് വേദന, നെഞ്ചിന് പിടുത്തം. ഞങ്ങൾ അങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ആൻജിയോഗ്രാഫി എടുക്കണം. ഹല്ലേലൂയ. ഞങ്ങളുടെ കയ്യിൽ ആൻജിയോഗ്രാഫി എടുക്കുവാൻ പണമില്ല. സ്തോത്രം. എന്റെ സഹോദരി അന്ന് നഴ്സിംഗ് പഠിക്കുന്നു, ഡൽഹിയിൽ പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്യുന്നു. അവൾ എന്നോട് പറഞ്ഞു, നീ ആൻജിയോഗ്രാഫി എടുക്കുവാൻ ഇങ്ങോട്ട് വാ, ഞാൻ ടെസ്റ്റ് ചെയ്യാം. എന്റെ അച്ചച്ചൻ പറഞ്ഞു. അദ്ദേഹം എഴുതി തന്ന ഡോക്ടറുടെ അടുത്തുനിന്ന് ചീട്ട് എഴുതി മേടിച്ചിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഹല്ലേലൂയ, ഞാൻ ആൻജിയോഗ്രാഫി എടുത്ത് ഒരു നിരന്തര രോഗിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആ ചീട്ട് ഞങ്ങളുടെ അടുത്തുള്ള നാലിയിലേക്ക് അത് എറിഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഒരു ആൻജിയോഗ്രാഫി എടുക്കാനും പോകുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് എന്നെ സൗഖ്യമാക്കുകയാണെങ്കിൽ മതി, എനിക്ക് അങ്ങനെ ഒരു സൗഖ്യം മതി. ഹല്ലേലൂയ. അന്ന് കർത്താവ് ആ തീരുമാനത്തെ ഒപ്പിട്ടു. കർത്താവ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ ആ നെഞ്ചിന്റെ പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. പരിപൂർണമായിട്ട് ആ നെഞ്ചിന്റെ പ്രയാസം അദ്ദേഹത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ശുശ്രൂഷയിൽ, സുവിശേഷ വേലയിൽ ഒത്തിരി പ്രയാസം അനുഭവിച്ചു. ഒത്തിരി മരണത്തോട് മല്ലിട്ടു. എന്റെ ജീവിതത്തിൽ പോലും ഡെലിവറിയോടുള്ള രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ മരണത്തോട് മല്ലിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ പ്രഗ്നൻസിയിൽ ഒത്തിരി പ്രയാസം എനിക്ക് നേരിട്ടു. കുഞ്ഞിന്റെ പൊക്കിൽ കൊടി കഴുത്തിൽ ചുറ്റിയത് കൊണ്ട് നോർമൽ ഡെലിവറി അസാധ്യമാണെന്ന് പറയുകയും ഹല്ലേലൂയ ഞാനൊരു നോർമൽ ഡെലിവറി കൊണ്ട് ഹല്ലേലൂയ നോർമൽ ഡെലിവറി മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ശരീരത്തിൽ ഒരു കത്തി വെക്കരുത്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ മഹത്വമല്ല, കത്തി വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വമല്ല എന്നൊരു പിടിവാശി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ അങ്ങനെ എന്റെ ഡെലിവറി നടന്നു. എനിക്ക് ഡെലിവറി പെയിനോട് കൂടെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് കടന്നു വരുവാനിടയായി. നെഞ്ചിന്റെ വേദന കടന്നു വന്നു. ഞാൻ എന്റെ നെഞ്ചിന്റെ പ്രയാസത്തിൽ അവരെ ഉടനെ ലേബർ റൂമിലേക്ക് കടന്നുപോയി. ഉടൻ തന്നെ ഈ നെഞ്ചുവേദനയും ഡെലിവറി പെയിനും ഒരുപോലെ എനിക്ക് വന്നത്. എന്റെ കുഞ്ഞും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജില് അവളെ എടുത്തിട്ട് പെട്ടെന്ന് ഐസിയുലേക്ക് കൊണ്ടുപോയി വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ വെന്റിലേറ്ററിലായിരുന്നു അവള്. സ്തോത്രം. അവൾ അവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്നു. ഞാൻ അവിടെ വേദന സഹിച്ച് പ്രയാസപ്പെട്ട് ലേബർ റൂമിലായിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് വിടുതൽ വേണം. എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നു. ഞാനും അച്ചാച്ചനും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ അന്യനാട്ടിൽ കടന്നു വന്നിട്ട് ഒരു മൃത്യുവിന്റെ, ഒരു മരണത്തിന്റെ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കരുത്. എന്റെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടണമെന്ന് പറഞ്ഞ് കൈകോർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. എന്റെ കുഞ്ഞ് 3 ദിവസമായി പാല് വലിച്ചു കുടിക്കുന്നില്ലായിരുന്നു. അവൾക്ക് ശ്വാസം ശരിക്കും എടുക്കുവാൻ കഴിയുന്നില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ കുഞ്ഞ് പാല് വലിച്ചു കുടിച്ചാൽ ഹല്ലേലൂയ ബ്രീത്തിങ് ഒക്കെ ഓക്കെ ആയി വരുന്നു, അവള് പാല് കുടിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ വിടാം എന്ന് പറഞ്ഞ് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഡോക്ടർ ഞങ്ങളെ തിരിച്ചു വിളിച്ചു. ഈ കുഞ്ഞ് പാല് കുടിക്കുവാൻ തുടങ്ങി, ഇവൾ ഓക്കെയാ, ഇവളെ കൊണ്ടുപോക്കോ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഡോക്ടർ അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞ് അഥവാ ജീവിച്ചാലും പ്രീമെച്യൂർഡ് ആയിരിക്കും.
ഹല്ലേലൂയ. പ്രീമച്യൂർഡ് ആയിരിക്കും, ഇവൾക്ക് വലിയ വളർച്ചയൊന്നും ഉണ്ടാകത്തില്ല, ഇവൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടായിരിക്കും എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കുഞ്ഞു മെച്യൂർഡ് ആയിരിക്കണം, ആമേൻ, പ്രീമച്യൂർഡ് ആകത്തില്ല, എന്റെ കർത്താവിലാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൾ ഹല്ലേലൂയ ആമേൻ എക്സ്ട്രാ ഓർഡിനറി മെച്യൂർഡ് ആക്കി അവളെ ദൈവം മാറ്റി. ദൈവത്തിന് സ്തോത്രം. അവൾക്ക് ഇപ്പോൾ 12 വയസ്സുണ്ട്. ഹല്ലേലൂയ. അവളെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കി ദൈവം മാറ്റി. അവളെ ഒരു വർഷിപ്പ് ലീഡർ ആക്കി ഞങ്ങളുടെ കൂടെ ദൈവം നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ആമേൻ എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആമേൻ പറഞ്ഞു തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവം പറയുന്ന വാക്കുകൾ ആമേൻ നാം വിശ്വസിച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ആ ദൈവം എന്താണോ നമ്മളോട് പറയുന്നത് അതുപോലെ വിശ്വസിക്കുവാൻ കഴിയണം. ആമേൻ. അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുവെങ്കിൽ ആമേൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവം പഠിപ്പിച്ച ഒരു കാര്യമാ, നമ്മുടെ തീരുമാനത്തിൽ നാം ഉറച്ചു നിൽക്കണം. തീരുമാനത്തിൽ ചഞ്ചലിച്ചു പോകരുത്. തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ എന്റെ കുഞ്ഞു വളർന്നു. അവളുടെ കണ്ണിന് ഒരു വല്ലാത്തൊരു പ്രയാസം ഞാൻ കണ്ടു. അവൾ ഫോട്ടോ എടുക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണ് ആമീൻ നേരെ നിൽക്കുന്നില്ല. ആമീൻ അവളുടെ പിതാവിന്റെ കണ്ണ് പോലെ ആമീൻ അവളുടെ കണ്ണും വല്ലാത്ത ഒരു ഇതിലൂടെ പോകുന്നത് ഞാൻ ശ്രദ്ധിക്കുവാൻ ഇടയായി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഹല്ലേലൂയ, നീ എനിക്ക് കണ്ണ് കാണാത്ത, കണ്ണിന് പ്രയാസമുള്ള ആളെ എനിക്ക് തന്നു, അത് കുഴപ്പമില്ല, ഞാൻ സ്വീകരിച്ചു. കർത്താവേ എന്റെ കുഞ്ഞ് കണ്ണ് കാണാത്തവളായി തീരല്ലേ, എന്റെ കുഞ്ഞിന്റെ കണ്ണ് നേരെയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. എന്ന് ഞാൻ കുഞ്ഞിന്റെ കണ്ണിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ അവളുടെ കണ്ണിനെ ദൈവം സൗഖ്യമാക്കണം. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ആമീൻ. കുറെ നാളുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ആമീൻ. ഫോട്ടോ ഞങ്ങൾ എടുക്കുമ്പോൾ അവൾ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ സ്കൂളിലെ അഡ്മിഷന് വേണ്ടി ഫോട്ടോ എടുത്തപ്പോൾ ഫോട്ടോ ഞങ്ങൾ നോക്കി. വളരെ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോസ്. ആമീൻ. സ്തോത്രം. കണ്ണ് നന്നായിട്ട് മിഴിച്ചു നിൽക്കുന്ന ഫോട്ടോസ്. അവളെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് കണ്ണിന്റെ പ്രയാസം വന്നു. അവൾക്ക് ബോർഡിൽ ശരിക്കും നോക്കുവാൻ കഴിയാത്ത ഒരു പ്രയാസം അവൾക്ക് നേരിട്ടു. ഞങ്ങൾ അവൾക്ക് കണ്ണട വെച്ചു കൊടുത്തു. ആമീൻ. സ്തോത്രം. അവളിപ്പോ കണ്ണടയൊന്നും ഉപയോഗിക്കാതെ അവൾ നന്നായിട്ട് ആമീൻ അവൾ വായിക്കും, അവൾ നന്നായിട്ട് പഠിക്കും. എന്റെ കർത്താവ് ഒരു വലിയ വ്യത്യാസം അവളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ നടന്ന 2 ആമേൻ ഹല്ലേലൂയ അത്ഭുതങ്ങളിൽ ആമേൻ ഒരു വലിയ ഒരത്ഭുതം ഞാൻ പറയുവാൻ തക്കവണ്ണം ആമേൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവളുടെ ആമേൻ ഡെലിവറിക്ക് ശേഷം, ഇവൾ ഉണ്ടായതിനു ശേഷം, ഈ 2ാമത്തെ കുഞ്ഞ് എനിക്ക് ഉണ്ടായതിനു ശേഷം എന്റെ തൊണ്ടയിൽ ഹല്ലേലൂയ ഒരു ചെറിയൊരു മുഴ പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ മുഴ ഇങ്ങനെ വളർന്നു വന്നു. ഹല്ലേലൂയ. ഞാൻ ആദ്യം എന്റെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ എന്റെ മാതാവാണ് ആ തൊണ്ടയിലെ ആ തടുപ്പ് ശ്രദ്ധിച്ചത്. ആമീൻ. അന്നൊന്നും ഞാൻ ഡോക്ടറെ കാണിക്കുന്നില്ല. എന്റെ മാതാവിന് ഒരു പേടി, ആ തടുപ്പിന് വല്ലോ ക്യാൻസർ ആയി വരുമോ എന്നുള്ള ഒരു പേടി കൊണ്ട് എന്റെ മാതാവ് പറഞ്ഞു, ആശുപത്രിയിലൊന്നും കാണിക്കണ്ട ഇപ്പൊ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിന്നീട് ഞങ്ങൾ ആശുപത്രിയിൽ കാണിച്ചു. അത് വളർന്നു വന്നപ്പോൾ ആമീൻ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ ഇതൊരു ക്യാൻസർ രോഗമായി തീരരുത്. ആമീൻ. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ആമീൻ. ഡോക്ടർ പറയും ആമീൻ ഇത് വളർന്നു വന്നാൽ ഓപ്പറേഷൻ ചെയ്യണം. ആമീൻ. ഇത് തൈറോയിഡ് ഗ്ലാൻഡ് വളർന്നു വരികയാ. ആമീൻ. ഇത് ഓപ്പറേഷൻ ചെയ്യണം. ഇത് അല്ലെങ്കിൽ ആമീൻ വല്ല ക്യാൻസറുമായി തീരും എന്ന് പറയുവാൻ ഇടയായി. ആമീൻ. അത് വളർന്നു വന്നു. 7 വർഷമായി. അത് നല്ലൊരു വലുപ്പം വെച്ചു. ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോകുമ്പോൾ അത് ചെക്ക് ചെയ്യും. ആമീൻ. ബയോപ്സി ടെസ്റ്റ് എടുക്കും. ആമീൻ. അത് ക്യാൻസർ ആണോ എന്നറിയാൻ വേണ്ടി. ആമീൻ. അപ്പോഴെല്ലാം നോർമൽ ആയിരിക്കും, ക്യാൻസർ ഒന്നും അല്ല. എന്റെ തൈറോയിഡിന്റെ മരുന്ന് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. ആമീൻ. വളരെ അസ്വസ്ഥതയോടുകൂടെ ആമീൻ ഞാൻ മുന്നോട്ട് പോയി. ഒത്തിരി ക്ഷീണങ്ങൾ എനിക്ക് നേരിട്ടുകൊണ്ടിരുന്നു. ആമീൻ. ഹല്ലേലൂയ. അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം. ഒരു വശത്തു നിന്ന് എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് കളയണം. ഒരു വശത്തു നിന്ന് ഞാൻ എടുത്ത തീരുമാനം, എന്റെ ശരീരത്തിൽ കത്തി വെക്കരുത്. എന്റെ മാതാവ് അന്നും ഇന്നും എന്നെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കുഞ്ഞിന് ശരീരത്തിൽ കത്തി വെക്കരുത്. ഹല്ലേലൂയ.
കാരണം എന്റെ മാതാവിന്റെ ജീവിതത്തിലും കത്തിവെക്കാതെ ദൈവം തന്നെ ഓപ്പറേഷൻ ചെയ്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. എപ്പോഴും ആ അനുഭവം പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തും. ഇല്ല, നിനക്ക് വേണ്ടി കത്തി വെക്കത്തില്ല. ആമീൻ. 4 നാളായി നാറ്റം വെച്ച് ആമീൻ കല്ലറയിൽ കിടന്ന ലാസറിന്റെ ശരീരത്തെ ആമീൻ ഉയർപ്പിച്ചതുപോലെ ആമീൻ 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറയുടെ വാതിൽക്കൽ കർത്തൻ വരുമെന്നുള്ള ആ പാട്ടിന്റെ അടികൾ ആമീൻ സ്തോത്രം എന്റെ മാതാവിന് ദൈവശബ്ദമായി പകർന്നു കൊടുത്തിട്ട് എന്നോട് പറയും, ഇല്ല, 4 നാളായാലും ശരി, അത് നാറ്റം വെച്ചാലും ശരി, ആമീൻ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ 2 വർഷത്തിന് മുമ്പ് ഹല്ലേലൂയ ആമീൻ ഞാൻ എറണാകുളം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കടന്നു വന്ന് ഒരു പ്രാവശ്യം കൂടെ ആമീൻ ടെസ്റ്റ് ചെയ്തു, ബയോപ്സി ടെസ്റ്റ് ചെയ്തു. ആ ബയോപ്സി ടെസ്റ്റ് എനിക്ക് വേദനാജനകമായിരുന്നു. ഒരു വലിയ ആമീൻ സിറിഞ്ച് ഹല്ലേലൂയ വലിയൊരു നീഡില് ആമീൻ എന്റെ തൊണ്ടയിലേക്ക് അവർ കുത്തി കയറ്റി. അവര് പച്ചയ്ക്ക് അതിൽ നിന്ന് ആമീൻ ഫ്ലൂയിഡ് എടുത്തു. അതെനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ആമീൻ നെഞ്ചിന്റെ വേദനയും ആരംഭിച്ചു. എനിക്ക് വലിയ അസ്വസ്ഥതകൾ നേരിട്ടു. ആമീൻ ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ആ കിടക്കയിൽ കടന്നു പറഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കിനി ഒരു ഓപ്പറേഷൻ വേണ്ട അപ്പ. ഹല്ലേലൂയ. ആ ബയോപ്സി ടെസ്റ്റ് വന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് എത്രയും വേഗം ഓപ്പറേഷൻ വേണം. ഹല്ലേലൂയ. ഞങ്ങളുടെ കരത്തിൽ പണമില്ല, ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്നയാള്. ഞങ്ങൾ ഇന്ന് എന്തായാലും വിശ്വാസത്തോടെ അച്ചാച്ചൻ ചോദിച്ചു, എത്ര രൂപയാകും? അപ്പൊ ഡോക്ടർ പറഞ്ഞു, 1 ലക്ഷം രൂപ നിങ്ങളുടെ കരങ്ങളിൽ വെച്ച് വേണം കടന്നു വരാൻ. ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞുങ്ങളുടെ അവധി സമയം ജൂൺ മാസത്തിൽ ഞങ്ങൾ കടന്നു വരാമെന്ന് ഡോക്ടറോട് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് മീററ്റിലേക്ക് വന്നു. ആമീൻ. മീററ്റിൽ വന്നിട്ട് അച്ചാച്ചൻ പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാം. ഹല്ലേലൂയ. ഈ മുഴ വളർന്നുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എന്റെ ഹൃദയത്തിന്റെ അകത്ത് അമ്മ അച്ചാച്ചനോട് പറഞ്ഞു, നമുക്കൊരു LIC എടുക്കാം. ആമീൻ ഹല്ലേലൂയ. നമുക്ക് അതിൽ ആ പണം കൊണ്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാം. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞു, ആ LIC എടുത്ത് തരുന്ന പൈസ എന്തിനാ? അതിനായാലും പൈസ വേണ്ടേ? നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ആമീൻ. ദൈവം നമുക്ക് തരുന്ന ആമീൻ ഹല്ലേലൂയ ആ പണം സ്തോത്രം ആമീൻ ആ ദൈവം പണം തരുമ്പോ ഓപ്പറേഷൻ ചെയ്താൽ മതി. ഹല്ലേലൂയ. ആമീൻ. ഞാൻ ദൈവസന്നിധി തീരുമാനമെടുത്തു. പലപ്പോഴും എന്നെ അദ്ദേഹം നിരുത്സാഹപ്പെടുത്തുന്ന ആമീൻ ഹല്ലേലൂയ വാക്കുകൾ എന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ആമീൻ ശാഠ്യം പഠിച്ചു, ഇല്ല, എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം, എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴും അച്ചച്ചൻ പറഞ്ഞു, എങ്ങനെയായാലും വേണ്ടില്ല, സ്ഥലം ഇച്ചിരി വിറ്റായാലും വേണ്ടില്ല, നിന്റെ ഓപ്പറേഷൻ ചെയ്യാം. ആമീൻ. അദ്ദേഹത്തിന്റെ ആഗ്രഹം ആമീൻ ഡോക്ടർക്ക് 1 രൂപ പോലും കൊടുക്കരുത് എന്നുള്ളതായിരുന്നു. ആമീൻ. അദ്ദേഹത്തിന്റെ പിടിവാശി എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി. ആമീൻ. ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം എന്തിനാ എന്നോട് ഇത്രമാത്രം ആമീൻ കഠിനമായിട്ട് പെരുമാറുന്നത് എന്ന് വളരെ വിഷമം എനിക്കുണ്ടായിരുന്നു. അത് നന്മയ്ക്കായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മീററ്റിൽ കടന്നു വന്ന് ആമീൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. 7 ദിവസം ഈ വിഷയത്തിന് വേണ്ടി ഉപവസിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആമീൻ. എന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ആമീൻ കുറച്ച് എണ്ണയെടുത്ത് ഞാനൊരു പാത്രത്തിൽ എണ്ണയെടുത്ത് വെച്ചു. ആമീൻ ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ തന്നെ ഒരു കർച്ചീഫ് ആമീൻ ഞാൻ പ്രാർത്ഥിച്ചു വെക്കുമായിരുന്നു. ഹല്ലേലൂയ. ആമീൻ. അതിന്റെ മേൽ പോലും ആമീൻ ഈ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പൗലോസിന്റെ ഉത്തിരീയത്തിന്റെ മേലും ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടിരുന്നു. പൗലോസിന്റെ ഉത്തിരീയം ആമീൻ രോഗികളുടെ മേൽ വീണപ്പോൾ സൗഖ്യം പ്രാപിച്ചിരുന്നു. ആ വചനത്തിലുള്ള വിശ്വാസത്താൽ ഞാൻ എന്റെ കർച്ചീഫ് എടുത്ത് വെച്ചിരുന്നു. പ്രാർത്ഥിച്ച് ആമീൻ അഭിഷേകം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും. എണ്ണയും കർച്ചീഫും 1 കുപ്പി വെള്ളവും ഞാൻ എടുത്തു വെക്കും. എന്നും ഞാൻ പ്രാർത്ഥിക്കും. ഒരു ദിവസം ഒരു അത്ഭുതം നടന്നു. ഹല്ലേലൂയ. ഞാൻ ഇച്ചിരി എണ്ണയെടുത്ത് എന്റെ തൊണ്ടയുടെ ഈ സൈഡ് വരെ ഞാൻ കൊണ്ടുചെന്നപ്പോൾ ഞാനൊരു ഹല്ലേലൂയ ഒരു ശബ്ദം കേൾക്കുകയാണ്. നീ ഇനിയോ ഈ മുഴയെ കുറിച്ച് ഭാരപ്പെടേണ്ട, ഞാൻ അത് എടുത്തു മാറ്റി. സ്തോത്രം. ദൈവശബ്ദം ഞാൻ കേട്ടു. എനിക്ക് മനസ്സിലായി, ഇത് എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചു. അപ്പോഴും എന്റെ മുഴ അവിടെയുണ്ട്. ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ആമീൻ. പ്രത്യക്ഷത്തിൽ എനിക്ക് ഒരു വിടുതലും അപ്പോൾ സംഭവിക്കുന്നില്ല. ഒരു ശബ്ദം മാത്രം കേട്ടുള്ളൂ. ഞാൻ ആ ശബ്ദത്തിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. അതേ മറിയ ശബ്ദം കേട്ടു. ആമീൻ. അവളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചതുപോലെ എന്നിലേക്ക് ദൈവശബ്ദം കേട്ട് ആ ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഞാൻ ആ ശബ്ദത്തിൽ വിശ്വസിച്ചു.
ദൈവത്തിന് സ്തോത്രം. ഒരാഴ്ച ഞാൻ കണ്ണാടിയിൽ നോക്കിയില്ല. ഒരാഴ്ചയല്ല 3 ആഴ്ച ഞാൻ കണ്ണാടിയിൽ നോക്കാതെ വിശ്വാസത്തോടുകൂടെ സ്തോത്രം പറഞ്ഞു. ഞാൻ ആരോടും ഈ ദൈവശബ്ദം പറഞ്ഞില്ല. ഞാൻ ഒറ്റയ്ക്ക് ഈ ശബ്ദം കേട്ടിട്ട് ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്ന് ഞാൻ സ്തുതിച്ചു. ഞാൻ സൗഖ്യം തരണമേ എന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥന നിർത്തിയിട്ട്, കർത്താവേ നീ എനിക്ക് സൗഖ്യം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഭ്രാന്തിയെ പോലെ നന്ദി പറഞ്ഞു. ഒരു ഹല്ലേലൂയ, ഒരു വിഡ്ഢി പറയുന്നത് പോലെ ഞാൻ സ്തോത്രം ചെയ്തു. മുഴ അവിടെ ഉണ്ട്, അപ്പോഴും ഞാൻ സ്തോത്രം ചെയ്തു. കർത്താവേ നീ എന്നെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചെക്ക് ചെയ്യാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കി. ഹല്ലേലൂയ, എന്റെ തൊണ്ട ഉന്തി നിന്ന എന്റെ മുഴ അവിടെ നിന്ന് ഡിസപ്പിയർ ആയി. ഹല്ലേലൂയ, അവിടെ ആ മുഴയില്ല. ഞാൻ ഹല്ലേലൂയ എല്ലാവരെയും കാണിച്ചു, എന്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു, എന്റെ ഹസ്ബൻഡിനെ കാണിച്ചു. അവരെല്ലാം തപ്പി നോക്കി. ഹല്ലേലൂയ, അവിടെ ആ മുഴയില്ല. അപ്പോൾ തന്നെ ഞാൻ ഒരു ഫോട്ടോ എടുത്തു. മുഴയുള്ള ഫോട്ടോയും എന്റെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും എന്റെ സിസ്റ്റർ പറയും, നീ മുഴയുള്ള ഫോട്ടോ എടുത്തു വെച്ചേക്ക്. ഒരുപക്ഷെ ദൈവം നിന്നെ സൗഖ്യമാക്കിയാൽ അത് കാണിക്കണ്ടേ. ആ വിശ്വാസത്തിന് വേണ്ടി എല്ലാവരോടും പറയണ്ടേ. ഞാൻ ആ ഫോട്ടോ എടുത്തു വെക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ എന്റെ ഫോട്ടോ എടുത്ത് എന്റെ ഫോണിൽ തന്നെ അത് സേവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ അനേകർക്ക് ആ ഫോട്ടോ അയച്ചു കൊടുത്തു. എന്റെ കർത്താവ് കത്തി വെക്കാതെ എന്റെ യേശുപ്പച്ചൻ ഓപ്പറേഷൻ ചെയ്ത് എടുത്തു മാറ്റി. ദൈവത്തിന് സ്തോത്രം. 1 ലക്ഷം രൂപ കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിലില്ല. സ്തോത്രം. 1 ലക്ഷം പോയിട്ട് ഒരു 10,000 രൂപ, ഒരു 100 രൂപ പോലും എടുക്കുവാൻ ഇല്ലാതെ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ. ഹല്ലേലൂയ, ഇന്നും അങ്ങനെ തന്നെ. വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ. ഹല്ലേലൂയ, കർത്താവ് തന്നിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ശുശ്രൂഷയിൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം എന്നെ ആ 1 ലക്ഷം രൂപയിൽ നിന്ന് വിടുവിച്ചു, ആ വേദനയിൽ നിന്ന് വിടുവിച്ചു. അഥവാ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് വേണം. ഇതുപോലെ നല്ല സൗണ്ടിൽ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ പറ്റത്തില്ല. ഈ മുഴയുണ്ടായിരുന്ന സമയത്ത് എനിക്ക് ആരാധന ചെയ്യുവാനോ പ്രസംഗിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെ ഞാൻ നീങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അന്ന് ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോർത്ത് ഇന്ത്യയിലാകുമ്പോൾ ഞങ്ങൾ 2 പേരും ശുശ്രൂഷക്കാരാ. ഹല്ലേലൂയ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഈ മുഴയുള്ളപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ മുഴ സൗഖ്യമാകും. ഹല്ലേലൂയ, അനേകർ വിടുതൽ പ്രാപിച്ച് കടന്നു പോകും. അനേക ഭൂതങ്ങൾ വിട്ടുപോകും. ഇതെല്ലാം എന്റെ ശുശ്രൂഷയിലൂടെ ദൈവം ചെയ്യുമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ഈ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയിലും ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അന്നത്തെ രാത്രി എന്റെ തൊണ്ടയിൽ ഇത്രമാത്രം വേദന ഞാൻ ഫീൽ ചെയ്യും. ഞാൻ എല്ലാ ദിവസവും തിങ്കളാഴ്ച ദിവസം ആന്റിബയോട്ടിക് എടുക്കും, വേദന മാറാൻ. ഹല്ലേലൂയ, ആ ഒരാഴ്ചത്തേക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എനിക്ക് ആന്റിബയോട്ടിക് എടുക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ ആന്റിബയോട്ടിക്കും നിന്നു. കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. പിന്നീട് ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്കൊരു തൊണ്ടവേദനയുമില്ല. എന്റെ തൊണ്ടയിൽ നീര് വെക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറി എന്റെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു, ഇതുവരെ ഉഴപ്പി ശുശ്രൂഷ ചെയ്തെങ്കിൽ ഇനി ഉഴപ്പി ശുശ്രൂഷ ചെയ്യത്തില്ല. ഇനിയും ചെയ്യുന്നത് ഹല്ലേലൂയ ആക്റ്റീവായിട്ട് ശുശ്രൂഷ ചെയ്യും. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ എന്തു ചെയ്താലും വേണ്ടിയില്ല. കർത്താവ് എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ശുശ്രൂഷയിൽ ഡീല ചെയ്താൽ, ഹല്ലേലൂയ, ശുശ്രൂഷയിൽ നീ ചിലത് ഹല്ലേലൂയ നീ ക്ഷീണിപ്പിക്കുന്ന നീ ചില അവസ്ഥയിലൂടെ ഹല്ലേലൂയ ചില വീക്ക്നെസ് പോയിന്റിലേക്ക് നീ കടന്നു വന്നാൽ ഞാൻ എന്തു ചെയ്യും? ഞാൻ നിന്നെ രോഗിയായി കിടത്തും. ഇപ്പോഴും അങ്ങനെയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എനിക്ക് 2 ആഴ്ചയായിട്ട് വലിയ അസ്വസ്ഥതകളാൽ ഞാൻ ഭാരപ്പെട്ടു. അപ്പോൾ തന്നെ ഒരു വലിയൊരു വിടുതൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു അസാധാരണ ശക്തി എന്റെ മേൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു അസാധാരണ ശക്തി. അപ്പോൾ തന്നെ രോഗികൾ ഇവിടെ കടന്നു വരുന്നു.
പറയുന്നുണ്ട്, ആമേൻ, ഭൂതശക്തി, ആമേൻ, ഭൂതശക്തിയാൽ ഭാരപ്പെടുന്ന അനേകർ കടന്നു വരുന്നുണ്ട്. അവർക്കെല്ലാം വിടുതൽ നടക്കുന്നുണ്ട്. ആമേൻ. അതിനുശേഷം പിന്നെയും ഞാൻ എന്റെ ശരീരത്തിൽ വീക്ക്നെസ് അനുഭവിക്കുന്നു. സ്തോത്രം. എനിക്കൊന്നറിയാം, ദൈവം ശുശ്രൂഷ ചെയ്താൽ ബലഹീനനായാലും ശരി, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവശക്തിയിൽ ദൈവം എന്നെ നടത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളെ ചെയ്തു. ആമീൻ. ഹിന്ദി അറിയാത്ത നാട്ടിൽ, അന്യഭാഷക്കാരുടെ നാട്ടിൽ ഹിന്ദി അറിയാതെ ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. എന്തു ചെയ്യണമെന്ന്. കർത്താവേ, അപ്പ എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഞാൻ എങ്ങനെ ഇവരോട് സംസാരിക്കും? ഞാൻ ഹിന്ദി ബൈബിള്, ആമീൻ, മലയാളം ബൈബിൾ ഒന്നിച്ചെടുത്ത് ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ വായിക്കും. ഹല്ലേലൂയ. ശരിക്കും ഹിന്ദി വായിക്കാൻ പോലും അറിയത്തില്ല. ആമീൻ. സ്തോത്രം. ഞാൻ വായിച്ചു തുടങ്ങി, പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവിന് സ്തോത്രം. ആമീൻ. ഹിന്ദിയിൽ പ്രസംഗിക്കുവാനും പാടുവാനും ആരാധന ലീഡ് ചെയ്യുവാനെല്ലാം എന്റെ കർത്താവിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനേക നന്മകളും അത്ഭുതങ്ങളും ദൈവം ചെയ്തു. ഹല്ലേലൂയ. ഞെരുക്കത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന്, ആമീൻ, അതിശയങ്ങളുടെ ദൈവമാണെന്ന് എന്റെ ജീവിതത്തിൽ ദൈവം പഠിപ്പിച്ചു തന്നു. ഹല്ലേലൂയ. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. ഈ ദൈവം എന്നും നമ്മളുടെ ദൈവം, ആമീൻ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അല്ലെങ്കിൽ ഒരു നാളും മാറാത്ത ദൈവമാ. ആമീൻ. ഇന്ന് നടത്തിയ ദൈവം ഇനി അന്ത്യം വരെയും ഞങ്ങളെ നടത്തും. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ വാടക വീട് മാറി മാറി, ആമീൻ, ഹല്ലേലൂയ, താമസിച്ചാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമീൻ. അങ്ങനെ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിന്റെ നാമം ഈ ദേശത്ത് മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. ആമീൻ. യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത അനേക ആളുകൾ യേശുവിനെ കുറിച്ച് അറിയുന്നു. ആമീൻ. ഒരാൾ പോലും ഞങ്ങളുടെ ചർച്ചിൽ ഇല്ലാതെ ഇരുന്നിട്ട് ഏകദേശം 100 പേരോടെ അടുത്ത് ഞങ്ങളുടെ ചർച്ചിൽ ഇപ്പോൾ ആരാധനയ്ക്ക് കടന്നു വരുന്നുണ്ട്. ആമീൻ. ഏകദേശം 5 ഔട്ട് സ്റ്റേഷൻ ഞങ്ങൾക്ക് തുറക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ സഹായിച്ചു. അങ്ങനെ ഇത്രത്തോളം സഹായിച്ച എന്റെ ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ആമീൻ. എനിക്ക് സാക്ഷ്യം പറയുവാൻ അവസരം നൽകി തന്ന, ആമീൻ, ഹല്ലേലൂയ, അരോമ ടിവിയോട് ഞാൻ നന്ദി പറയുന്നു. പ്രിയ കർത്താവിന്റെ ദാസൻ, ആമീൻ, ഡാനിയേൽ പാസ്റ്ററുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. ദൈവത്തിന് ആമേൻ. 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 വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല അനുഭവങ്ങളും ദൈവം നടത്തിയതായ വഴികളെക്കുറിച്ചും കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിലൂടെ ഓർപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേരളത്തില് ഒരു സാമുദായിക പശ്ചാത്തലത്തിലാണ് ജനിച്ചതെങ്കിലും പിന്നത്തേതില് കർത്താവിന്റെ മകളായി തീരുവാൻ, കർത്താവിന്റെ ദാസിയായി തീരുവാനുള്ളതായ ആ അതിയായ വെമ്പൽ അത് കർത്താവ് പ്രസാദിക്കുവാനിടയായി തീർന്നു. മുന്നോട്ടുള്ളതായ ജീവിതയാത്രയിൽ ലോകപ്രകാരം വേണമെങ്കിൽ ഒരു ജോലിയോ സ്ഥാനമോ മാനമോ ഒക്കെ നേടാമായിരുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താമായിരുന്നിട്ടും അതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് കർത്താവിന്റെ വേലയെ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു. പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിനും ചെറുപ്പം മുതൽ തന്നെ ദൈവിക കരുതലും ഇടപെടലും അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് അല്പം പോലും പിന്മാറാതെ ദൈവശബ്ദത്തിന് വേണ്ടി, ദൈവിക ഹിതത്തിന് വേണ്ടിയിട്ട് ഓരോ നിമിഷവും ഇന്നുവരെ ഇടിവിൽ നിൽക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവിന്റെ ദാസിയെ ദൈവം വിടുവിച്ച അത്ഭുത വിടുതലുകൾ, അത്ഭുത രോഗസൗഖ്യം, കുടുംബത്തിൽ ദൈവം ചെയ്തിട്ടുള്ള വലിയ അത്ഭുതങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹിന്ദി അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഹിന്ദിക്കാരുടെ ഇടയിലേക്ക് ദൈവം അയക്കുകയും അവരുടെ നടുവിൽ പോയി ഒരുപാട് ക്ലേശങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നു. വിശപ്പും ദാഹവും കഷ്ടതയും പട്ടിണിയും ഒക്കെ ജീവിതത്തില് വേദനകൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. എങ്കിലും അതിൻ്റെ നടുവിലും ഏലിയാവിന്റെ ദൈവം കാക്കയെ അയച്ച്, വിധവയെ അയച്ച്, ദൂതനെ അയച്ച് ദൈവം സംരക്ഷണ ചെയ്ത് ഇന്നുവരെയും നടത്തുന്ന ആ വിധങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെയും കർത്താവിന്റെ ദാസിനെയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വേലയുടെ വിശാലതയെ ദൈവം പിന്നെയും വർദ്ധിപ്പിക്കട്ടെ. അവിടെയുള്ള ജനത്തെ, ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അരോമ TV ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഇത്രത്തോളം സമയം ചിലവഴിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ
അനുഭവങ്ങളിലൂടെ ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഒരു പക്ഷേ താങ്കൾ രോഗിയായിരിക്കാം, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, ജീവിതത്തിൽ പല വിധത്തിലുള്ള നിരാശകൾ, പ്രയാസങ്ങൾ നിങ്ങളെ അലാതല്ലുന്നുണ്ടായിരിക്കാം. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ നിങ്ങൾ ജീവിക്കണോ വേണ്ടയോ, മുന്നോട്ട് എന്ത്, നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഭാരം ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻപിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ടാവാം. എന്നാൽ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ വെച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, യേശുവിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കൂ. ദൈവം നിങ്ങൾക്ക് കൃപ തരും. ദൈവം നിങ്ങളെ ആലോചന പറഞ്ഞ് ദൂതന്മാരെ അയച്ച് ദൈവം നിങ്ങളെ സഹായിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ആകയാൽ ഈ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ആത്മാവിനും പ്രാണനും ശരീരത്തിനും സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം രക്ഷിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ജോലിയെക്കുറിച്ച്, നാളെയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കൂ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കൂ. ദൈവം നിങ്ങളെ സഹായിക്കും, സൗഖ്യമാക്കും. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രശ്നത്തിൽ, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് അവസരമൊരുക്കി കൊടുക്കേണ്ടതിന് ഒട്ടും അധൈര്യപ്പെടാതെ, സംശയിക്കാതെ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വിശ്വാസ കണ്ണുകളാൽ കാണൂ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ ദാസി റിനി ബിജുവിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച ദൈവം നിങ്ങളെയും വിടുവിപ്പാൻ വിശ്വസ്തനാണ്, ശക്തനാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവിന്റെ ദാസി റിനി ബിജു അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. സർവശക്തിമാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പന്റെ കരത്തിലേക്ക് അരോമ ടിവിയുടെ പ്രേക്ഷകരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ പറയുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകരെയും ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവെ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആമീൻ അല്ല ജീവിതങ്ങള് ആമീൻ അസ്വസ്ഥതകളാൽ, പ്രയാസത്താൽ, രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനേക ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമീൻ ഹല്ലേലൂയ മുഴകൾ ഡിസപ്പിയർ ആകട്ടെ. റിമാന ഘടക ശംഭവാരകത്തുനി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമീൻ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടഞ്ഞു കിടക്കുന്ന നന്മകൾ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആമീൻ കൈകാലുകൾക്ക് അസ്വസ്ഥതയാൽ ആമീൻ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത പ്രയാസത്തിലായിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതലിനെ ഞങ്ങൾ പ്രൊക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുകയാ. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പ്രൊക്ലെയിം ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സാമ്പത്തിക മേഖലകളില് ആമീൻ ഹല്ലേലൂയ, ആരോഗ്യ മേഖലകളില്, ആത്മീയ തലങ്ങളില് യേശുവിൻ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്ന അന്ധകാര മണ്ഡലത്തോട് ഞാൻ കൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വഴിമാറി നിൽക്കും. Yes, right now, in the mighty name of Jesus, complete healing right now. Oh, Rika Rabalaba Rabalaba Rabalaba. Thank you, Jesus. ദൈവം തന്നെ ജനത്തിന് സൗഖ്യം കൊടുത്തിരിക്കുക. സ്തോത്രം. ദൈവിക വിടുതലിനായി നന്ദി പറയുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. വളരെ നന്ദി കർത്താവിന്റെ ആസി സിസ്റ്റർ റിനി ബിജു. ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ആശീർവാദമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഭവങ്ങൾ
ആമേൻ. അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ കൂടിയായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com